കുറിച്ചായിരുന്നു. രണ്ടും കൂടെ കമ്പൈൻ ചെയ്തു പോകുന്ന ഒരു സാഹചര്യമാണ് ഇന്നുള്ളത്. എൻ്റെ വിശ്വാസത്തിലും എൻ്റെ അഭിപ്രായത്തിലും ദൈവവചനത്തിൽ നിന്ന് നമുക്ക് ഏറ്റവും ശക്തമായി ദൈവാലോചനകൾ ലഭിക്കുകയും ഗ്ലോബൽ ലെവലിൽ ആ സ്റ്റാൻഡേർഡിൽ ഒട്ടും താഴാത്ത വചനത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ കർത്താവ് നമുക്ക് തരികയും ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് പഠിക്കാനും എടുക്കാനും എല്ലാം നമുക്ക് സാധിച്ചു. നമ്മൾ പല ലെവൽ ഓഫ് പ്രാർത്ഥനകളെക്കുറിച്ച് പഠിച്ചത് ഞാൻ ആദ്യമേ പവർ പോയിൻറ്റിൻ്റെ ചില പദങ്ങളിലൂടെ വരുവാൻ താല്പര്യപ്പെടുന്നു. നമ്മൾ പ്രാർത്ഥനയെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരുന്നവനെ പവർ പോയിൻ്റ് ഒന്ന് കൊടുക്കാമോ? നമ്മൾ പ്രാർത്ഥനയുടെ വ്യത്യസ്ത ലെവലുകളെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരുന്നു. അതിനകത്ത് ഗൗരവമായിട്ട് ഒന്നാമത്തെ ലെവലിലേക്ക് നമ്മൾ വന്നത് ദ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് പ്രയർ. ആ പ്രാർത്ഥനയ്ക്കകത്ത് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവവൈതലിനെ കർത്താവ് തൻ്റെ അങ്കി അണിയിക്കുന്നു, തൻ്റെ പടക്കോപ്പ് അണിയിക്കുന്നു. നിങ്ങളുടെ തലയ്ക്ക് ശിരസ്ത്രം മുതൽ പാദത്തിനൊരു ചെരുപ്പ് വരെ ഒരുപാട് ഘടകങ്ങൾ ധരിപ്പിച്ചുകൊണ്ടാണ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി കർത്താവ് വിടുന്നത്. അതിനകത്ത് ഇൻ്റർസെസറി ലെവൽ നമ്മൾ കണ്ടു. നമ്മൾ ഈ ദിവസങ്ങളിലെല്ലാം ഒരു അരമണിക്കൂർ എങ്കിലും ഇൻ്റർസെസറി ലെവലിന് വേണ്ടി എടുക്കുന്നുണ്ടായിരുന്നു. നിശ്ചയമായിട്ടും അത് പരസ്യപ്പെടുത്തുന്നില്ലായിരുന്നു. നമ്മൾ അത് ഒരു ലിങ്കും ആർക്കും കൊടുക്കുന്നില്ലായിരുന്നു. ആ ഇൻ്റർസെസറി ലെവൽ അത് നമ്മൾ ദൈവത്തോട് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതാണ്. രണ്ടാമതൊരു ലെവൽ നമ്മൾ വന്നത് സ്പിരിച്വൽ വാർഫെയർ ലെവലായിരുന്നു. ആ വാർഫെയർ ലെവലിൽ പിശാചുമായി യുദ്ധം ചെയ്യുന്ന ഒരു രംഗം നമ്മൾ കണ്ടു. ഒത്തിരി പേർക്ക് അവിടം വരെ അറിയാം, അല്ലെങ്കിൽ സഭ പൊതുവെ അവിടം വരെ ചിന്തിക്കാറുണ്ട് പൈശാചിക ശക്തികളുമായി യുദ്ധം ചെയ്യാൻ. അതിനുവേണ്ടി തന്നെയാണ് നമുക്ക് ആയുധങ്ങളും തന്നിരിക്കുന്നത്. തല മുതൽ പാദം വരെ നമ്മളെ വ്യത്യസ്ത ആയുധങ്ങൾ ധരിപ്പിച്ചിരിക്കുന്നത് പൈശാചിക തലങ്ങളോട് യുദ്ധം ചെയ്യേണ്ടതിനാണ്. ആ ലെവൽ വരെ നമുക്കറിയാം. എന്നാൽ പൊതുവെ സഭയ്ക്ക് സമർപ്പിക്കപ്പെടാത്തതും ശക്തന്മാരായ പ്രവാചകന്മാർ, പഴയ നിയമ പിതാക്കന്മാർ മുതലായവർ ഉപയോഗിച്ചിരുന്നതും പുതിയ നിയമത്തിൽ കണ്ടുവരുന്നതും വളർന്നവരോട് ദൈവം അവർക്ക് വേണ്ടി മാത്രം കൊടുത്തതുമായ ഒരു ലെവലായിരുന്നു പ്രോഫറ്റിക്കൽ ലെവൽ. അത് പ്രവചനാത്മ രീതിയിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ നടക്കേണ്ട ഇടത്ത് അവിടെ സംഭവിക്കേണ്ടതിന് നമ്മെ അറിയിച്ചു കൊണ്ടിരുന്നതും ആ പ്രവചനാത്മ രീതിയിൽ കർത്താവ് നമ്മെ പഠിപ്പിച്ചു കൊണ്ടിരുന്നതുമാണ്. നമ്മൾ അവിടം വരെ വന്നു. നമ്മൾ അതിനകത്ത് പ്രധാനമായും കണ്ടത് ഈ ഫുട്ബോൾ കളിക്കുന്ന കോർട്ടിലെ കാര്യമായിരുന്നു നമ്മൾ കണ്ടത്. 2 ടീമിൽ നിന്നും 11 കളിക്കാരെ വീതമിടും. എന്നിട്ട് ഞാൻ കൊടുത്തിരുന്ന ഉദാഹരണം അന്ന് ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്, അങ്ങേയറ്റത്ത് ഒരു ബോൾ ഇട്ടാൽ ആ ബോള് ഒറ്റയടി ഇങ്ങേയറ്റത്തെ ഗോളിലേക്ക് ആരും തട്ടത്തില്ല. പകരം വ്യത്യസ്ത സ്ഥാനങ്ങളിൽ കൈമാറി ആണ് വന്നിരുന്നത്. ദൈവം അബ്രഹാമിന് കൊടുത്തിരുന്ന വാഗ്ദത്തം ഇവിടെ ഞാൻ കാണിക്കുമ്പോൾ അബ്രഹാമിന് കൊടുത്തിരുന്ന വാഗ്ദത്തം ഇസഹാക്കിൻ്റെ കയ്യിലോട്ട് തട്ടി. ഇസഹാക്ക് ആ വാഗ്ദത്തം തട്ടി പലർത്ത് തട്ടി മോശയുടെ കൈ വന്നു. ഞാൻ ഇസഹാക്ക് മുതൽ മോശ വരെയുള്ള ചരിത്രം ചുരുക്കുകയാണ്, വിസ്തരിച്ച് തീർക്കാൻ പറ്റത്തില്ല. മോശയുടെ കയ്യിൽ ഇതെത്തിയപ്പോൾ മോശ പറഞ്ഞു, അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തങ്ങൾ ആവർത്തിച്ചെടുത്തു. അബ്രഹാമിനോട് പറഞ്ഞത് നിൻ്റെ ഉള്ളങ്കാൽ ചവിട്ടുന്ന ഇടമൊക്കെയും നിനക്ക് തരും. അതേ വാഗ്ദത്തം മോശയോട് ആവർത്തിച്ചു. മോശയെ വാഗ്ദത്തം തട്ടി യോശുവായ്ക്ക് ഇട്ടുകൊടുത്തു. യോശുവ, നിൻ്റെ ഉള്ളങ്കാൽ ചവിട്ടുന്ന ഇടമൊക്കെയും നിനക്ക് കിട്ടും. ഓരോ ലെവലിലും ദൈവം ഇത് റീകൺഫേം ചെയ്യുന്നുണ്ട്. അബ്രഹാമിനോട് പറഞ്ഞതുകൊണ്ട് മോശയോട് പറയാതെ പോയില്ല, മോശയോട് വീണ്ടും പറഞ്ഞു. നമ്മുടെ പിതാക്കന്മാർ കേട്ട പ്രവചനം നമ്മോടും പറയുവാൻ ദൈവത്തിന് തിരിഹിതമായി. മോശ ഇത് യോശുവായ്ക്ക് ഇട്ടുകൊടുത്തു. പക്ഷേ യോശുവായോട് ദൈവവും നേരിട്ടിടപെട്ടു. യോശുവ, നിന്നോട് മോശ പറഞ്ഞത് ഒറ്റപ്പെട്ട വാക്കല്ല, ഞാൻ അബ്രഹാമിനോട് പറഞ്ഞ വാക്കാണ്, നിൻ്റെ മേൽ തരികയാണ്. അങ്ങനെ യോശുവായ്ക്ക് ഇട്ടുകൊടുത്തു. തുടർന്ന് ദേശം കൈവശമാക്കുവാനുള്ള ജനത്തിൻ്റെ കയ്യിൽ ഇട്ടുകൊടുത്തു. നിങ്ങളുടെ ഉള്ളങ്കാൽ ചവിട്ടുന്ന ഇടം. ആ പദങ്ങൾ മറക്കരുത്. നിൻ്റെ ഉള്ളങ്കാൽ ചവിട്ടുന്ന ഇടമെന്ന് അബ്രഹാമിനോട് പറഞ്ഞത് ഒടുവിൽ ജനത്തോട് പറഞ്ഞപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ ഉള്ളങ്കാൽ ചവിട്ടുന്ന ഇടം നിങ്ങളുടേതായിരിക്കും. പക്ഷേ ചവിട്ടേണ്ടത് ഞാൻ പറയാം, ഞാൻ പറയുന്നിടത്ത് ചവിട്ടാവും. അതുകൊണ്ട് യോർദാൻ കടക്കുന്നതിന് പ്രമാണങ്ങളുണ്ട്. ആ പ്രമാണപ്രകാരം നിങ്ങൾ യോർദാൻ കടക്കണം. ഞാൻ അടുത്ത തലമുറയിലേക്ക് വരാൻ പോകുകയാണ്, എൻ്റെയും നിങ്ങളുടെയും തലമുറ. യേശു എന്ന് പറഞ്ഞു, ഞാൻ എൻ്റെ വാഗ്ദത്തം നിവർത്തിക്കും, ഞാൻ എൻ്റെ സഭയെ പണി. പത്രോസിന് അത് കൈമാറി, നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. നീ ചിലത് ഭൂമിയിൽ കെട്ടുന്നില്ലെങ്കിൽ സഭ പണി നടക്കത്തില്ല. അതുകൊണ്ട് നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും. നിന്നെ പ്രോഫറ്റിക്കൽ ലെവലിലേക്ക് കയറ്റി വിടുകയാണ്.
അദ്ദേഹം അത്, ഞാൻ ചരിത്രം ഇനി ചുരുക്കുകയാണ്, റോബർട്ട് കുക്കിന് കൈമാറി. ഞാൻ ഇനി വളരെ ചരിത്രം ചുരുക്കുകയാണ്, ഏറ്റവും ചുരുക്കി പറയുക. 19-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിങ്കിൽ പെന്തക്കോസ്തിൻ്റെ ഉണർവ് വ്യാപരിക്കുന്ന സാഹചര്യത്തിൽ ഒരിക്കൽ അസൂസ സ്ട്രീറ്റിൽ വെച്ച്, അവിടെയായിരുന്നു പെന്തക്കോസ്തിൻ്റെ ഉണർവ് പൊട്ടിപ്പരന്നത്. പെന്തക്കോസ്തിൻ്റെ ഉണർവ് സത്യത്തിൽ ആരംഭിക്കുന്നത് ഒരു കൊച്ചു ബൈബിൾ സ്കൂളിൽ വെച്ചാണ്. ഒരു കൊച്ചു ബൈബിൾ സ്കൂളിലാണ് 19-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിങ്കിൽ. റാദർ 1901 എന്ന് പറയുന്ന വർഷത്തിലേക്ക് ജനുവരി മാസം 1-ാം തീയതി, വേറൊരു ഭാഷയിൽ കഴിഞ്ഞ നൂറ്റാണ്ട് 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തെ രാത്രിയിൽ വാച്ച് നൈറ്റ് സർവീസിനിരിക്കുമ്പോൾ 1900 ആണ്ട് ഡിസംബർ മാസം 31-ാം തീയതി രാത്രിയിൽ ഒരു വാച്ച് നൈറ്റ് സർവീസിന് ഇരിക്കുമ്പോൾ, ഡിസംബർ 31-ാം തീയതി രാത്രി എന്ന് പറയുന്നത് 1900 ആണ്ടുകളെയും 901-നെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന രാത്രിയാണ്. ആ രാത്രിയിൽ പെന്തക്കോസ്തിൻ്റെ ഉണർവ് സ്റ്റാർട്ട് ചെയ്തു. അന്ന് രാത്രിയിലാണ് പരിശുദ്ധാത്മാഭിഷേകം പ്രകടമായി അന്യഭാഷ അടയാളത്തോടുകൂടെ ഇന്ന് കാണുന്നത് പോലെ വില്യം ബ്രഹാംസിൻ്റെ ബൈബിൾ സ്കൂളിൽ ഉണ്ടായത്. അവിടെ നിന്നത് കത്തിപ്പടർന്ന് ഒരു അഗ്നിയായി അസൂസ സ്ട്രീറ്റിൽ വ്യാപരിച്ചു. അമേരിക്കയിലെ അസൂസ സ്ട്രീറ്റിൽ അവിടെ സ്ഥലങ്ങൾ പോയി കാണാൻ കൃപയാൽ കർത്താവ് എനിക്ക് പദവി തന്നിട്ടുണ്ട്. അസൂസ സ്ട്രീറ്റിൽ ഈ ഉണർവ് വ്യാപരിക്കുന്ന സമയത്ത് അവിടെ വർഷിപ്പ് ടീം ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ബഥേലിനോട് ഞാൻ ഇതിന് മുമ്പ് ഇത് പറഞ്ഞിട്ടുണ്ട്, വർഷിപ്പ് ടീം ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ റോബർട്ട് കുക്ക് എന്നറിയപ്പെടുന്ന, പിന്നത്തേതിൽ കേരളത്തിൽ കുക്ക് സാഹിബ് എന്നറിയപ്പെട്ടിരുന്ന മനുഷ്യനും അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായി, ചെറുപ്പക്കാരാണ്, കൊച്ചു പിള്ളേരാണ്, പുതുതായി വിവാഹിതരാണ്, അവർ രണ്ടുപേരും കൂടെ വർഷിപ്പ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റോബർട്ട് കുക്കിൻ്റെ വൈഫ് വയലിൻ ഉപയോഗിച്ച് നന്നായി പാടുമായിരുന്നെന്ന് കേട്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടില്ല. അവർ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വാക്ക് അവരുടെ വായിൽ ആവർത്തിച്ചു, ബാംഗ്ലൂർ 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 ബാംഗ്ലൂർ. ഒരുപാട് പ്രാവശ്യം ഇത് ആവർത്തിക്കപ്പെട്ടതോടെ ഇതെന്ത് എന്ന ആളുകൾ അന്വേഷിച്ച് തുടങ്ങി. ഇതേതെങ്കിലും ഒരു ഭാഷയാണോ, ഇതൊരു വാക്കാണോ, ഇതിനർത്ഥമുണ്ടോ, ഇതിങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് ഇത് ഇന്ത്യയിലുള്ള, തെക്കേ ഇന്ത്യയിലുള്ള ഒരു സ്ഥലമാണ് ബാംഗ്ലൂർ. തുടർന്ന് അവർ പ്രാർത്ഥനയ്ക്ക് ഇരുന്ന് കഴിഞ്ഞപ്പോൾ ദൈവാത്മാവ് ഇടപെട്ടു. ഈ ഉണർവ് ഇനി അന്ത്യകാലത്ത് കത്തേണ്ടത് ബാംഗ്ലൂർ എന്ന പട്ടണത്തിലാണ്. അങ്ങനെ റോബർട്ട് കുക്കും ഭാര്യയും രണ്ടുപേരും ബാംഗ്ലൂരിൽ വന്നു. നമ്മുടെ എവിടെയായിരുന്നു? നമ്മുടെ വൈറ്റ് ഫീൽഡിൽ താമസിച്ചു. നമ്മുടെ വൈറ്റ് ഫീൽഡിൽ താമസിച്ച് ഈ ഉണർവ് ഇവിടെ കൊണ്ടുവരേണ്ടതിന് വേണ്ടി ശ്രമിച്ചു. മറക്കരുത്, യേശു ഒരു തട്ടി അത് പത്രോസിൻ്റെ വന്നു. പത്രോസ് തട്ടി അവസാനം റോബർട്ട് കുക്കിൻ്റെ കോർട്ടിൽ വീണു. റോബർട്ട് കുക്കും ഭാര്യയുമായി ബാംഗ്ലൂരിൽ വന്ന് വൈറ്റ് ഫീൽഡിൽ താമസിച്ചു. വൈറ്റ് ഫീൽഡിൽ അവരൊരു 4-5 മാസം നിന്നിട്ടും ഒരനക്കവും ഉണ്ടാകാഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഇവിടുന്ന് തെക്കോട്ട് പോയി യാത്ര ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അവർ യാത്ര ചെയ്ത് കേരളത്തിലെത്തി അവരാണ് ചർച്ച് ഓഫ് ഗോഡ് കേരളത്തിൽ സ്ഥാപിക്കുന്നത്. മണക്കാലായും ആ ചുറ്റുവട്ടങ്ങളിലും അവർ പ്രവർത്തിച്ചു. അവസാനം ചർച്ച് ഓഫ് ഗോഡ് അവിടെ സ്ഥാപിതമായി. ബാംഗ്ലൂരിനെ കുറിച്ച് ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ ദൈവം അത് ചെയ്യും എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ കരുണയാൽ എന്നോട് ദൈവാത്മാവ് ബാംഗ്ലൂരിന് പോയി സെറ്റിലാകാൻ പറഞ്ഞു. ഒരുപാട് ചരിത്രങ്ങളുണ്ട്, ഞാൻ അങ്ങോട്ട് വരുന്നില്ല. നമ്മുടെ പൂർവ്വ പിതാക്കന്മാരെ ദൈവം ഉണർവേൽപ്പിച്ചു. ഒരു തലമുറയിൽ നിന്ന് തട്ടുകയാണ് പ്രോഫറ്റിക്കൽ ലെവൽ. നമ്മുടെ പൂർവ്വപിതാക്കന്മാരെ ദൈവം ഉണർവേൽപ്പിച്ചു. നമ്മുടെ പിതാക്കന്മാർ ഉണർവിൻ്റെ മുമ്പിൽ കത്തി ജ്വലിച്ചു. അവസാനം ചർച്ച് ഫാദേഴ്സ് നമ്മുടെ കയ്യിലോട്ട് കൈമാറി. ഈ അത്രയും ആശയം കിട്ടിയവർക്കായി സ്തോത്രം. പ്രോഫറ്റിക്കൽ ലെവൽ ഓഫ് പ്രയർ തക്ക സമയത്ത് നിന്നുകൊണ്ട്, ഞാൻ ഒന്നുകൂടെ പുറകോട്ട് പോയി ചിന്തിക്കുകയാണ്, അങ്ങേ അറ്റത്ത് നിന്ന് ഇട്ടുകൊടുത്ത ഒരു ബോൾ ഓരോരുത്തർ തട്ടി ഇങ്ങേ അറ്റത്തെ ഗോളിൻ്റെ അരികിൽ നിൽക്കുന്ന വ്യക്തിയുടെ അടുക്കൽ വരെ എത്തി. അവൻ്റെ പണിയാണ് ഗോളിനകത്തേക്ക് ഇത് അടിച്ചു കയറ്റുന്നത്. ഇങ്ങനെ ഉണർവുകൾ പഴയ നിയമത്തിൽ ദേശം കൈവശമാക്കുക എന്ന പദമായിരുന്നു. അബ്രഹാമിൽ നിന്ന് ആരംഭിച്ച് യോശുവയുടെ കാലയളവിൽ ജനം നാട് കയറി എടുത്തതുപോലെ ദൈവത്തിൻ്റെ വചനപ്രകാരം പുതിയ നിയമത്തിൽ കർത്താവായ യേശുക്രിസ്തുവിന് ലഭിച്ച വെളിപ്പാടിൽ നിന്ന്, യേശുക്രിസ്തുവിൻ്റെ ആരംഭത്തിൽ നിന്ന് പ്രാരംഭത്തിങ്കൽ പത്രോസിനും അത് മുഖേന ദൈവസഭയ്ക്കും അപ്പോസ്തലന്മാർക്കും കൈമാറിയത് തട്ടി അവസാനം റോബർട്ട് കുക്ക് മുഖേന ഭാരതത്തിലേക്ക് വരികയും ഭാരതത്തിൽ ദൈവം തിരഞ്ഞെടുത്ത സ്ഥലത്ത് ഇന്ന് എന്നെയും നിങ്ങളെയും കൊണ്ടിരുത്തുകയും ചെയ്തത് ഈ ഉണർവിൻ്റെ പൂർത്തീകരണത്തിലേക്ക് പ്രവേശിക്കാനാണ്.
ഒരു പവർഫുൾ അനോയിൻറ്റിങ്, ഒരു ഡിവൈൻ അനോയിൻറ്റിങ് നമുക്ക് ആവശ്യമാണ്. ഞാൻ ചുരുക്കം പദങ്ങളിലൂടെ പോകുകയാണ്. അടുത്ത് ചേർന്ന് കാണിച്ച് നമ്മൾ ഒരു പ്രവചനത്തിൻ്റെ വേറൊരു ഭാഷയിൽ കംപ്ലൻറ്ററി പ്രയർ എന്ന് നമ്മൾ എടുത്തു പറയുകയുണ്ടായി. ജനം ഒരുമിച്ച് ദൈവസന്നിധിയിൽ കൂടിയിരിക്കുകയും ആ ഒരുമിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ ശക്തിയേറിയ ഒരു പകർച്ചയും. ഞാൻ ഈ എടുത്തു കാണിച്ച പിക്ചറിനോട് ഇന്നിവിടെ ഇരിക്കുന്ന ഈ ജനസമൂഹത്തെ ഏറെക്കുറെ യോജിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാമോ? ഞാനീ പറഞ്ഞത് ഒന്നുകൂടെ ആവർത്തിച്ച് പറയുകയാണ്. ദൈവം ഒരിക്കലും കാഷ്വലായി ഒരു കാര്യം ചെയ്യുകയില്ല, ഹൈലി കാൽക്കുലേറ്റഡാണ്. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പ്രവർത്തികൾ സകലതും വെരി ഹൈലി കാൽക്കുലേറ്റഡാണ്. ഈ കാണുന്ന ഏറെക്കുറെ സാഹചര്യത്തിലേക്ക് ഇന്നത്തെ ദൈവസഭയെ കൊണ്ടുവരുവാൻ, ബഥേലിൻ്റെ ഓഡിറ്റോറിയത്തിൽ എന്നെയും നിങ്ങളെയും ഇരുത്തുവാൻ, പിളർന്ന നാവുകൾ പോലെ പ്രസിദ്ധമാകുന്ന ഇറങ്ങി വരുന്ന ദൈവിക ജ്വാലകൾ ഇതിനകത്തിരിക്കുന്ന ദൈവജനത്തെ തൊടുവാനും തക്കവണ്ണം കർത്താവ് കൃപ ചെയ്തു. ദൈവദൂതന്മാരും മനുഷ്യനും ചേർന്ന് ആരാധിക്കുന്ന ഒരു സാഹചര്യത്തിൽ വരെ എത്തി. തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ ഇവിടെ നടന്നിരുന്ന ദൈവിക വ്യാപാരത്തിൻ്റെ വലിപ്പത്തിനല്ല, വെള്ളിയാഴ്ച വരെ ഇവിടെ നടന്നിരുന്ന ദൈവിക വ്യാപാരത്തിൻ്റെ വലിപ്പം അനുഭവിച്ചവരാണ് എൻ്റെ മുൻപിൽ ഇരിക്കുന്നവർ. ദൂതന്മാരും മനുഷ്യരും ഒരുമിച്ച് ആരാധിക്കുന്നത് പോലെ ഒരു സാഹചര്യത്തിലെത്തി. അതെ, ഇന്നലെയും അതുതന്നെയായിരുന്നു. ഇന്നലെ നമ്മുടെ ടോപ്പിക്, നമ്മുടെ വിഷയം ഒരല്പം വ്യത്യസ്തമായിരുന്നെങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ കത്തുവാൻ ദൈവം നമുക്ക് തന്ന കൃപയ്ക്കായി സ്തോത്രം. പിക്ചറിന് കാണിക്കാമോ? ദൈവം ചിലരെ പ്രത്യേകമായി അഭിഷേകം ചെയ്തിട്ടുണ്ട്. ഒരു അഭിഷേകത്തിൻ്റെ കൈമാറ്റം നടക്കുന്നത് ഈ കണ്ടംപററി ലെവലിലാണ്. നമ്മൾ ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുന്ന, ദൂതന്മാരും മനുഷ്യനും തമ്മിൽ ചേർന്ന് ആരാധിക്കുന്ന ഒരു ഹയർ ലെവലിൽ വരുമ്പോൾ ചില വ്യക്തികളുടെ മേൽ അഭിഷേകം കൈമാറും. ചിലരെ കത്തിജ്വലിക്കുന്ന തീയായി ദൈവം മാറ്റും. കത്തിജ്വലിക്കുന്ന തീയായി മനുഷ്യൻ മാറും. ഇതിനകത്തു നിന്ന് കത്തിജ്വലിക്കുന്ന ചില അപ്പോസ്തലന്മാർ, ലെറ്റ് ഫയറി മിനിസ്റ്റേഴ്സ് കം ഔട്ട്. ഇതിനകത്തു നിന്ന് ചിലർ കത്തിജ്വലിക്കുന്ന സാഹചര്യത്തിൽ വെളിയിൽ വരയണം. എന്തിനു വേണ്ടി? കൊണ്ടു നടന്ന് കത്തിക്കേണ്ടതിന് കർത്താവ് നമുക്കൊരു കൃപ തരട്ടെ. നമുക്കൊരു ഇമ്പാർട്ടേഷൻ സർവീസ് ഉണ്ട്. അത് നടക്കുന്നത് വരുന്ന ശനിയാഴ്ച. ഈ ശനിയാഴ്ചയല്ല, വരുന്ന ശനിയാഴ്ചയാണ് ഒരു ഇമ്പാർട്ടേഷൻ സർവീസ് നടക്കേണ്ടത്. പക്ഷേ അതിനകത്ത് ജനത്തെ ഇരുത്തേണ്ടതിന് വേണ്ടി ആരുടെയൊക്കെ മേലാണ് പകരേണ്ടത്, ആവശ്യമുള്ള പ്രിപ്പറേഷൻ ഏറ്റെടുക്കേണ്ടതിന് വേണ്ടി രാത്രികളിലും പകലുകളിലും ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ കർത്താവ് തരുന്ന കൃപയ്ക്കായി സ്തോത്രം. ഞാൻ പഴയ നിയമത്തിൻ്റെ ആരംഭം മുതൽ ഇന്ന് കാണുന്ന പുതിയ നിയമത്തിൽ നമ്മൾ നിൽക്കുന്ന ദിവസം വരെയുള്ള ചരിത്രത്തെ ഒന്ന് സംയോജിപ്പിച്ചുകൊണ്ട് ദൈവത്തിന് ചെയ്യുവാനുള്ള ചില കാര്യങ്ങൾ, ദൈവത്തിന് പകരം പ്രതിനിധി എന്ന സ്ഥാനത്ത് നിന്നുകൊണ്ട് ആത്മാവിൻ്റെ അഗ്നിയിൽ നിന്നുകൊണ്ട് സഭയെ അറിയിപ്പാൻ കർത്താവ് തരുന്ന ദൈവകൃപയ്ക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. നമുക്കും ഒരു ഇമ്പാർട്ടേഷൻ സർവീസ് നടക്കുന്നുണ്ട്. ഇതിനകത്ത് ദൈവത്തിന് ചെയ്യുവാനുള്ള ചിലത് ചെയ്യുവാൻ സ്പിരിച്വൽ വാർഫെയറിൻ്റെ അനേക രംഗങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി. പിശാചുമായി ഉണ്ടാകുന്ന ഡയറക്റ്റ് എൻകൗണ്ടേഴ്സ് നമ്മൾ അനുഭവിച്ചു. വ്യത്യസ്ത അനുഭവങ്ങൾ സഭയ്ക്കറിയാം. പക്ഷെ കത്തിജ്വലിക്കുന്ന ചിലതിനെ സ്വർഗത്തിലെ ദൈവം ഇതിനകത്തൊന്ന് എഴുന്നേക്കട്ടെ. അവസാനം ഒരു പ്രോമിസ് പിടിച്ചെടുക്കേണ്ടതിന് വേണ്ടി ഒരു യോശുവയെ ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞു, യോശുവ, നിൻ്റെ ജീവകാലത്തൊരിക്കലും. നമ്മൾ ഈ കഴിഞ്ഞ ആഴ്ചയിൽ എത്തിയ പദങ്ങളിൽ വന്നല്ലോ, നമ്മൾ ഈ കഴിഞ്ഞ ആഴ്ചയിൽ വന്ന പദങ്ങളിൽ എത്തിയല്ലോ. നിൻ്റെ ജീവകാലത്തൊരിക്കലും ഒരുത്തനും നിനക്ക് നേരെ നിൽക്കത്തില്ല. ഇന്ന് പകൽക്കാലം ആ വാഗ്ദത്തത്തിൻ്റെ വലിപ്പം വീണ്ടും സഭയ്ക്ക് കൈമാറുവാൻ കർത്താവ് തരുന്ന കൃപയ്ക്കായി സ്തോത്രം. നിൻ്റെ ജീവകാലത്തൊരിക്കലും ഒരുത്തനും നിനക്കെതിരെ നിൽക്കില്ല. കാര്യം, ഞാൻ അബ്രഹാമിനോട് വാക്ക് പറഞ്ഞത് നിവർത്തിക്കുവാൻ വേണ്ടി നിന്നെ ഞാൻ സ്പോട്ടിൽ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. നീയാണ് ഗോളടിക്കേണ്ടവൻ. ഈ ജനത്തെ വാഗ്ദത്ത നാട്ടിലേക്ക് കയറ്റുവാൻ കഴിഞ്ഞ ദിവസം ഞാൻ എടുത്തതുപോലെ, ഇന്നലെ ഞാൻ എടുത്തതുപോലെ വാഗ്ദത്ത നാടിന് അവകാശങ്ങൾക്ക് വേണ്ടി വീതിച്ചു കൊടുക്കുവാൻ, അതിന് അളവ് നൂൽ പിടിക്കുവാൻ, യഥാർത്ഥത്തിൽ ലഭിക്കേണ്ട അവകാശി കർത്താവ് പറഞ്ഞു, രൂബേൻ ഗോത്രത്തിന് ലഭിക്കേണ്ടത് ഇന്നിടം മുതൽ ഇന്നിടം വരെ. പക്ഷേ രൂബേന്യർ നോക്കിയാൽ പിടിച്ചെടുക്കാൻ പറ്റത്തില്ല. യോശുവ, നീ അത് അളന്ന് തിരിച്ചു കൊടുത്തേ മതിയാകും. മനസ്സിലാകുന്നുണ്ടോ? ഗാദിന് കൊടുക്കേണ്ടത് ഇന്നിടം മുതൽ ഇന്നിടം വരെയാണ്. പക്ഷെ ഗാദ്യർ നോക്കിയാൽ പിടിച്ചെടുക്കാൻ ഒക്കത്തില്ല. നീ അതിന് അളവ് നൂൽ പിടിക്കണം. നിനക്കെതിരെ ശത്രു എഴുന്നേൽക്കും, നിനക്ക് വിരോധമായി പലതും വരും. പക്ഷേ ഒന്ന്, എൻ്റെ ദാസനായ മോശ നിൻ്റെ മേൽ കൈവച്ചാക്കിയിട്ടുണ്ട്. രണ്ട്, എൻ്റെ സാന്നിധ്യം നിൻ്റെ കൂടെ ഇരിക്കുക. ഈ കൈവപ്പ് കൊണ്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല, പക്ഷേ സാന്നിധ്യത്തിൽ വലിപ്പമുണ്ട്. എല്ലാവരുടെയും മേൽ സാന്നിധ്യം വരാറില്ല. ഒരു യോശുവയെ തിരഞ്ഞെടുത്ത് യോശുവയുടെ മേൽ കൈവച്ച
ചോദിച്ചെങ്കിൽ അവൻ്റെ മേലൊരു സാന്നിധ്യം വന്നിട്ടുണ്ട്, ആകയാൽ നീ പോകുക. വേദപുസ്തകത്തിൽ ചുരുക്കം ചിലരുടെ മേൽ ദൈവം നേരിട്ട് കൈവച്ചിട്ടുണ്ട്. ഏലിയാവിൻ്റെ മേൽ കൈവച്ചത് ദൈവം തന്നെയാണ്. ഏലിശയ്ക്കൊരു പുതപ്പ് മുഖേന കൈമാറിയെങ്കിലും അത് ഏലിയാവിൻ്റെ മേൽ കൊടുത്തത് ദൈവം നേരിട്ട് കൊടുക്കുകയായിരുന്നു. മോശയ്ക്ക് ദൈവം നേരിട്ട് കൊടുക്കുകയായിരുന്നു മുൾപ്പടർപ്പിൻ്റെ നടുവിൽ. മോശ അത് യോശുവായ്ക്ക് കൈമാറുമ്പോൾ ഒരു കൈവെപ്പ് മുഖേന കൈമാറി. ചിലതിനെ ദൈവം നേരിട്ടും അതിനടുത്ത തലമുറയുടെ മേൽ ഒരു കൈവെപ്പിനാലും ഇത് കൈമാറ്റപ്പെടും. സ്വർഗത്തിലെ ദൈവത്തെങ്കിൽ നിന്ന് പ്രാപിച്ചവർക്കായി സ്തോത്രം. തൻ്റെ യോശുവയെ ദൈവം തിരഞ്ഞെടുത്തു മാറ്റി. ദൈവഹിതം മനുഷ്യർക്ക് അറിയിച്ചു കൊടുക്കും. ദൈവത്തെ പ്രതിനിധീകരിക്കുവാൻ ചിലത് വേണം. പക്ഷെ കണ്ടതിനെല്ലാം ദൈവത്തെ പ്രതിനിധീകരിക്കാൻ ഒക്കത്തില്ല. അവരുടെ സ്റ്റാറ്റസ് വേറൊന്നായിരിക്കും. ദൈവത്തെ പ്രതിനിധീകരിക്കുന്ന പ്രതിനിധികളുടെ സ്റ്റാറ്റസ് വേറൊന്നായിരിക്കും. എന്നെയും നിങ്ങളെയും കുറിച്ച് തിരുവചനം പറഞ്ഞു, നിങ്ങളെ ക്രിസ്തുവിൻ്റെ അംബാസഡേഴ്സാക്കി വെച്ചിരിക്കുക. എന്നെ ദൈവത്തിൻ്റെ അംബാസഡറാക്കി നിയമിച്ചുവെങ്കിൽ ദൈവിക സ്റ്റാൻഡേർഡിൽ ഞാൻ നടന്നേ മതിയാകൂ. എൻ്റെ വസ്ത്രധാരണം, എൻ്റെ ഭൗതികമായ വസ്ത്രധാരണം അംബാസഡർ ഏതാണെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ എന്നെ കാണുന്ന പിശാചിന് മനസ്സിലാകും, ഇവൻ സാധാരണക്കാരനല്ല, ഇവൻ സാധാരണക്കാരൻ. ഞാൻ ചില സെക്കൻഡുകൾ, മിനിറ്റുകൾ ഇതിലൂടെ പോയിട്ട് വീണ്ടും മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നു. സാത്താന്യ സൈന്യത്തിൽ ലയിച്ചു ചേർന്ന് നിൽക്കുന്ന, ദൈവ സാന്നിധ്യത്തിൽ ലയിച്ചു ചേർന്ന് നിൽക്കുന്ന ഒരു അനുഭവമുണ്ട്. സാത്താൻ ഭയപ്പെടുന്നത് അവിടെയാണ്. എന്നെയും നിങ്ങളെയും കർത്താവ് മുദ്ര വെച്ച് മാറ്റിയതുകൊണ്ട്, എന്നെയും നിങ്ങളെയും ഇയർ മാർക്ക് ചെയ്ത് മാറ്റിയതുകൊണ്ട്, മുദ്ര വെച്ചെന്ന പദം ക്ഷമിക്കണം, ഇയർ മാർക്ക് ചെയ്ത് മാറ്റിയതുകൊണ്ട് അതിൻ്റെ അർത്ഥം ഞാൻ ദൈവത്തിൻ്റെ പ്രതിനിധിയായില്ല. മോശയെ ദൈവം ജനനത്തിന് മുന്നമേ തിരഞ്ഞെടുത്തു. മോശയുടെ മാതാപിതാക്കളെ തിരഞ്ഞെടുത്തേച്ച് പറഞ്ഞു, ഈ പ്രതികൂലത്തിൻ്റെ സാഹചര്യങ്ങളിൽ എൻ്റെ ജനത്തെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിക്കുവാൻ എനിക്കൊരു പ്രജയെ വേണം. അവൻ അസാധാരണ പൈതലാണ്, അവൻ സാധാരണക്കാരനല്ല, അവനൊരു സൗന്ദര്യമുള്ള പൈതലാണ്, അവനൊരു പ്രത്യേക പൈതലാണ്. നിങ്ങൾ അവനെ വളർത്തിക്കൊണ്ട് വരേണം. അഭിഷക്തരായ മാതാപിതാക്കൾ, അഭിഷക്തരായ സഭ, ജനിക്കുവാനുള്ള തലമുറയെക്കുറിച്ച് അരുളപ്പാട് ലഭിച്ചവർ വളർത്തിക്കൊണ്ട് വരുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കാം. മറ്റൊരു പഴയ നിയമ ഉദാഹരണത്തിലേക്ക് പോകുകയാണ്. ദൈവത്തിന് ഒരിക്കൽ ഒരു ശിംശോനെ ആവശ്യമായിരുന്നു. ഒരു ദിവസം ശിംശോൻ്റെ അമ്മയെ ഇട്ട് കരയിപ്പിച്ചു. അവർക്കൊരു മകനില്ലാതെ അവർ കുറേ നാൾ ബുദ്ധിമുട്ടി. അവർക്കൊരു മകനില്ലാതെ അവർ കുറേ നാൾ ബുദ്ധിമുട്ടി, കുറേ നാൾ കരഞ്ഞു. ശമൂവേലിൻ്റെ അമ്മ കരഞ്ഞതാ, ശിംശോൻ്റെ അമ്മ കരഞ്ഞതാ. ആ കരച്ചിലിൻ്റെ നടുവിൽ ഒരു ദിവസം വയലിൽ വെച്ച് അസാമാന്യമായ സാഹചര്യത്തിൽ ഒരു ദൈവപ്രത്യക്ഷത ഉണ്ടായി. ദൈവപ്രത്യക്ഷതയെല്ലാം സഭാഹോളിൽ നടക്കുമെന്ന് തെറ്റിദ്ധരിക്കേണ്ട. പത്രോസ് മാനസാന്തരപ്പെട്ടത് പള്ളിയിൽ വെച്ചല്ല, കടലിൽ വെച്ചായിരുന്നു. യോഹന്നാൻ മാനസാന്തരപ്പെട്ടത് പള്ളിയിൽ വെച്ചായിരുന്നില്ല. പല വലിയവരെയും ദൈവം സന്ദർശിച്ചത് പള്ളി വെച്ചായിരുന്നില്ല. പുതിയ നിയമത്തിൻ്റെ പ്രധാന അപ്പോസ്തലന്മാരിൽ ഒരുവനായി മാറിയ പൗലോസ് ദൈവത്തെ കാണുന്നത് ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ വെച്ചാണ്. റോഡുകളിൽ ഇതുണ്ടായെന്ന് വരാം, റോഡുകളിൽ ഇതുണ്ടായെന്ന് വരാം. ഇന്നെന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, എവിടെ വെച്ചാണ് ദൈവിക വെളിപ്പാടെന്ന് അറിഞ്ഞുകൂടാ. ദൈവിക വെളിപ്പാട് പലയിടത്തും ദൂതൻ്റെ പ്രത്യക്ഷത ഉണ്ടായി. ഇന്ന് പകൽ ദൂതന്മാരുടെ പ്രത്യക്ഷത എല്ലായിടത്തും പ്രതീക്ഷിക്കുന്നവർക്കായി എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. അത് നമ്മുടെ പ്രതീക്ഷയാണ്, അത് നമ്മുടെ പ്രതീക്ഷയാണ്, അത് എൻ്റെ പ്രതീക്ഷയാണ്. വരുമ്പോഴും പോകുമ്പോഴും ദൈവം ഇടപെട്ടെന്ന് വരാം. സ്കൂട്ടറിൽ യാത്ര ചെയ്യുമ്പോൾ, മോട്ടോർ സൈക്കിളിൽ യാത്ര ചെയ്യുമ്പോൾ, കാറിൽ യാത്ര ചെയ്യുമ്പോൾ, ചുമ്മാതെ വഴിയെ നടക്കുമ്പോൾ, ചിലപ്പോൾ കിടന്ന് ഉറങ്ങുമ്പോൾ ദൈവ സാന്നിധ്യം അനുഭവിച്ചവർ എൻ്റെ മുൻപിൽ ഇരിക്കുന്നവരുടെ കൂട്ടത്തിലുണ്ട്. ഞാനത് അനുഭവിച്ചിട്ടുണ്ട്. ദൂതൻ തപ്പി നടക്കുകയാ. ദൈവത്തിനൊന്ന് ഇടപെടാൻ കൊള്ളാവുന്ന ഒരു മിനിറ്റിലേക്ക് ആ ഹൃദയം മാറുന്നതോടെ ദൈവ സാന്നിധ്യം അനുഭവപ്പെട്ടു. രണ്ടൊരു ദൂതൻ വന്ന് മനോഹയുടെ ഭാര്യയോട് പറഞ്ഞു, സഹോദരി, നിനക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോകുകയാ, അതെൻ്റെ വാഗ്ദത്ത പൈതലാ. ഞാൻ രണ്ട് രീതികളിലേക്ക് ഇവിടുന്ന് ബ്രാഞ്ച് ഔട്ട് ചെയ്തേ പറ്റുള്ളൂ. അവളോട് ദൈവത്തിൻ്റെ ദൂതൻ വന്ന് വെച്ച് പറഞ്ഞാൽ, ജനിക്കാൻ പോകുന്ന പൈതലുണ്ടല്ലോ എൻ്റെ വകയാ, അതുകൊണ്ട് നീ അവനെ ചൊവ്വേ വളർത്തണം. അവൻ ജനിക്കുന്നത് വരെ നിൻ്റെ ജീവിതത്തിന് വ്രതമുണ്ട്. വ്രതമുള്ള ഒന്നിൽ നിന്ന് മാത്രമേ ഇങ്ങനൊരു പൈതൽ ജനിക്കാനൊക്കത്തുള്ളൂ. ബേഥേലിനെ ദൈവം വിളിക്കുന്ന സമയം ഒരു വ്രതം കൽപ്പിച്ചാക്കിയതിനായി സ്തോത്രം. ലോകക്കാരൻ നടക്കുന്നത് പോലെ, അയൽ സഭകൾ നടക്കുന്നത് പോലെ നിനക്ക് നടക്കാനൊക്കത്തില്ല. കാര്യം, നിന്നിൽ നിന്ന് ഒരു തലമുറ എഴുന്നേൽക്കണം. ഒരു കൂട്ടം അപ്പോസ്തലന്മാർ, ഒരു കൂട്ടം പ്രവാചകന്മാർ, ഒരു കൂട്ടം ദൈവഭക്തന്മാർ, ഒരു കൂട്ടം
കൂട്ടം ശുശ്രൂഷകന്മാർ എഴുന്നേറ്റ് വരേണ്ടതിന് നീ ഒരു പഥ്യം നോക്കിയേ മതിയാകെ ഉള്ളൂ. അങ്ങനെ മനോഹയുടെ ഭാര്യ പഥ്യം നോക്കുന്നതിന് മുന്നമേ അവൾ ആകപ്പാടെ ഭയന്നു. ഞാൻ ദൈവത്തിൻ്റെ ദൂതനെ ഡയറക്റ്റ് കണ്ടോ, ഞാൻ ചത്തുപോകുമോ? അവൾക്ക് ആകപ്പാടെ പേടിയായി. എന്തവാ സംഭവിക്കുന്നത്, എന്നെ സംഭവിക്കുന്നത് അറിയാൻ വയ്യാത്തവർ ഒരുപാട് പേരുണ്ട്. എന്തൊക്കെയോ സംഭവിക്കുന്നു. സാധാരണ എങ്ങുമില്ലാത്ത പല കാര്യങ്ങൾ സംഭവിക്കുന്നു. ഞാൻ ഒരിക്കലും ഇവിടെ പറഞ്ഞായിരുന്നു, ഒരിക്കൽ ഒരു സഹോദരിയുടെ ഉള്ളിൽ 2 കുഞ്ഞുങ്ങൾ, ഏശാവും യാക്കോബും, 2 പേരും ഒരുമിച്ചുണ്ടായി. ആകപ്പാടെ വേദപുസ്തകത്തിൽ റെക്കോർഡ് ചെയ്തിരിക്കുന്ന സംഭവത്തിൽ ഇരട്ട കുഞ്ഞുങ്ങൾ ഒരുപാടുണ്ട്. അതിന് വേദപുസ്തകത്തിൽ ഡയറക്റ്റ് പ്രൂഫില്ല, പക്ഷെ ചരിത്രത്തിൽ ധാരാളം പ്രൂഫുണ്ട്. എന്നാൽ വേദപുസ്തകത്തിൽ റെക്കോർഡ് ചെയ്തിരിക്കുന്ന ആദ്യത്തെ ഇരട്ട കുഞ്ഞുങ്ങളായി പിറക്കാൻ പോകുന്നത് ഏശാവും യാക്കോബുമാണ്. ഇവരുടെ ജനനത്തിന് മുന്നമേ അവരുടെ അമ്മ ഗർഭിണിയായി. കാലങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ശേഷം, നാളുകളുടെ ചോദ്യത്തിന് ശേഷം അവൾ ഗർഭിണിയായി. അവൾ ഒത്തിരി കരഞ്ഞതാ. അന്ന് 2 പിള്ളകൾ തമ്മിൽ അവളുടെ ഉള്ളിൽ തിക്കി. ഈ ചരിത്രം ഞാൻ എടുത്തിട്ടുള്ളതാണ്. ഒരു ദിവസം ഈ മോള് ഒരു അയൽ വീട്ടിൽ ചെന്ന് ചോദിച്ചു, അമ്മച്ചിക്ക് എത്ര പിള്ളേരുണ്ട്? അക്കാലമല്ലേ, അവർ പറഞ്ഞ് 20 പിള്ളേരുണ്ട്, അല്ലെ 15 പിള്ളേരുണ്ട്. അമ്മച്ചി ഗർഭിണിയായിരിക്കുന്ന കാലത്ത് എന്നെങ്കിലും വയറിനകത്ത് യുദ്ധം നടന്നിട്ടുണ്ടോ? ഇവിടെ വയറ്റിൽ യുദ്ധം ഉണ്ടായിരുന്നു എഴുതിയത്. വയറ്റിനകത്ത് യുദ്ധം നടന്നിട്ടുണ്ട്. അവർ പറഞ്ഞു, യുദ്ധോ? നീ എന്നെ കൊച്ച ഈ പറയുന്നത്? എനിക്ക് പിള്ളേർ 15 ഉണ്ട്, നിനക്കൊന്നും ഉണ്ടായില്ല, ഇതുവരെ ഉണ്ടാകാൻ തുടങ്ങുന്നതേ ഉള്ളൂ, നീ എന്നെ ഈ പറയുന്നു? അമ്മച്ചി, എൻ്റെ വയറ്റിൽ ഭയങ്കര യുദ്ധം. അതെയോ കുഞ്ഞേ? എടി, നിനക്ക് എന്തോ നിനക്ക് പ്രാന്ത. ഇഞ്ഞപ്പുറത്തെ അമ്മച്ചിയോട് ചോദിച്ചു, അമ്മച്ചിയുടെ നിനക്ക് പ്രാന്ത, പ്രാന്ത തലചുറ്റലാന്നൊക്കെ ആളുകൾ പറഞ്ഞതിനെ തുടർന്ന് ഈ പെങ്കൊച്ചി എന്ന് ദൈവത്തോട് പറഞ്ഞ, കർത്താവേ, എനിക്കങ്ങ് ചത്ത് കിട്ടിയാൽ മതി. ഒരു കുഞ്ഞില്ലാതിരുന്ന് പ്രാർത്ഥിച്ച് ഒരു കുഞ്ഞുണ്ടാകുന്ന ലക്ഷണമായപ്പോൾ എന്ന എല്ലാവരും പറയുന്നത്. എൻ്റെ വയറ്റിനകത്ത് യുദ്ധം സത്യമാ, എന്തു വേണം? സ്വർഗത്തിലെ ദൈവം അന്ന് രാത്രിയിൽ അവളോട് അരുളി ചെയ്തു, കുഞ്ഞെ, നിന്നെ കൊല്ലാൻ വേണ്ടിയല്ല, നീ സാധാരണ പെണ്ണുങ്ങളെ പോലെ അല്ല, നീ സാധാരണക്കാരെ പോലെ അല്ല, 2 ജാതി നിന്റെ ഉദരത്തിൽ നിന്ന് വെളിയിൽ വരാൻ പോകുകയാ. ലോകമറിയുന്ന 2 വംശങ്ങൾ നിന്റെ അകത്തുനിന്ന് പുറത്തു വരാൻ പോകുകയാ. നീ സാധാരണക്കാരനെ പോലെ അല്ല. പൊട്ടാന്ന് വട്ടത്തിലുള്ള സഭകൾ ഒരുമിച്ച് വിളിച്ചു പറയുമ്പോൾ കർത്താവ് ഇടപെട്ടുകൊണ്ടിരുന്നു. ഒരു കൂട്ടം മിഷണറിമാർ ഇതിനകത്തുനിന്ന് പുറത്തു വരുവാൻ, ഒരു കൂട്ടം ശക്തന്മാർ ഇതിനകത്തുനിന്ന് പുറത്തു വരുവാൻ. നീ സാധാരണ പോലെയല്ല. മനോഹയുടെ ഭാര്യ ആകെ ഭയന്നു. എന്താ, ഞാൻ ദൂതനെ കണ്ടു, ചത്തുപോകുമോ? മനോഹയോട് അറിയിച്ചു. അദ്ദേഹം പറഞ്ഞു, പേടിക്കണ്ട, അയ്യോ നീ പോക്കാന്നല്ല അങ്ങേര് പറഞ്ഞത്. അങ്ങേരും കാഴ്ചപ്പാടുള്ള മനുഷ്യനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നിനക്ക് വെളിപ്പെട്ടെങ്കിൽ എനിക്കിവിടെ വെളിപ്പെടാം. ഇന്നിതിനകത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർ പറ, കർത്താവേ, അവനെ അനുഗ്രഹിച്ചെങ്കിൽ എന്നെ അനുഗ്രഹിക്കാം, അവളെ അനുഗ്രഹിച്ചെങ്കിൽ എന്നെ അനുഗ്രഹിക്കാം. കർത്താവേ, ഒരു വ്യക്തിയുടെ മേൽ പകർന്ന അഭിഷേകം എൻ്റെ മേൽ കൂടെ ഇറങ്ങി വരണമേ ദൈവമേ. അവനെ അനുഗ്രഹിച്ച ദൈവമേ, എന്നെ അനുഗ്രഹിക്കണമേ. മനോഹ ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ ഒരു ദൂതനുണ്ടെങ്കിൽ എനിക്കിവിടെ ഒന്ന് വെളിപ്പെട്ടാൽ കൊള്ളാം. പ്രൈസ് ദി ലോർഡ്. പണ്ടൊരിക്കൽ ഞാൻ പറഞ്ഞതാ, അങ്ങനെ ഒരു ശുശ്രൂഷ ഉണ്ടെങ്കിൽ എനിക്കിവിടെ കിട്ടിയാൽ കൊള്ളാം, അങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ എൻ്റെ സഭയ്ക്കൂടെ കിട്ടിയാൽ കൊള്ളാം. അടുത്ത ദിവസം അപ്രതീക്ഷിതമായി വയലിലിരിക്കുമ്പോൾ യഹോവയുടെ ദൂതൻ ഇറങ്ങി വരുന്നു മനോഹയുടെ മുമ്പിൽ. മനോഹേ, ഞാൻ നിന്റെ ഭാര്യയോട് പറഞ്ഞത് അവൾ സൂക്ഷിക്കട്ടെ, എൻ്റെ വിശുദ്ധ പ്രജ ഉത്ഭവിച്ചു വരും, എനിക്കൊരു മോൻ ഉത്ഭവിച്ചു വരും, ഒരു വിശുദ്ധ പ്രജ എനിക്ക് വേണം. അങ്ങനെ ശിംശോൻ ജനിച്ചു. ശിംശോൻ്റെ ജനനത്തെ തുടർന്ന്, തിരഞ്ഞെടുക്കപ്പെട്ട തലമുറയാണ്, ശിംശോൻ്റെ ജനനത്തെ തുടർന്ന് ദൈവത്തിൻ്റെ ശക്തി അവൻ്റെ മേൽ വരുന്നത് വരെ അവൻ പ്രത്യേക വ്രതങ്ങൾ ആചരിച്ചു. അവനൊന്ന് കിട്ടിയിരുന്ന വ്രതങ്ങൾ: 1, താടി വടിക്കരുത്, മീശ വടിക്കരുത്, മുടി വെട്ടരുത്. പിന്നെ മുന്തിരിവള്ളിയുടെ യാതൊരു അനുഭവം തുടരുത്, ശവത്താൽ അശുദ്ധനാകരുത് എന്നിങ്ങനെയുള്ള നസീർ വ്രതത്തിൻ്റെ പ്രാരംഭ പടികൾ അവൻ ആചരിച്ചു തുടങ്ങി. മുടി കിളുത്തിട്ട് മീശ കിളുത്തിട്ട് വേണ്ട വടിക്കാൻ. മീശ കിളിക്കുന്നത് വരെ കാത്തിരുന്നു. കിളിച്ച് കഴിഞ്ഞിട്ടും കാത്തിരിപ്പ് തുടർന്നു, വടിക്കാതെ ഇരുന്നു. മുടി വളർന്നിട്ട് വേണ്ട വെട്ടുന്ന കാര്യം, വളരുന്നത് വരെ മിണ്ടാതെ ഇരുന്നു. വളർന്ന് കഴിഞ്ഞപ്പോൾ അതേ പരിപാടിയിൽ നിന്നു. ഇന്നിതിനകത്തിരിക്കുന്ന ചിലരോട് ചില ദൈവിക ആജ്ഞകൾ ഉണ്ടെങ്കിൽ അത് കിട്ടി
കിട്ടിയിട്ട് വേണ്ടേ പൂർത്തിയാക്കാൻ. ദശാംശത്തിൻ്റെ കാര്യത്തിൽ ദൈവം ഇടപെട്ടാൽ ശമ്പളം കിട്ടിയിട്ട് വേണ്ടേ കൊടുക്കാൻ. ദൈവത്തിന് സ്വമേധദാനം കൊടുക്കുന്നതിനെക്കുറിച്ച് സ്വർഗത്തിൽ ദൈവം അറിയിച്ചാൽ കിട്ടിയിട്ട് വേണ്ടേ കൊടുക്കാൻ. കുഞ്ഞെ കാത്തിരിക്ക്, ഇത് കിട്ടിയിരിക്കും സത്യം, ഇത് കിട്ടിയിരിക്കും സത്യം. വാഗ്ദത്തമാണോ തമ്പുരാൻ നിവർത്തിച്ചിരിക്കും. എം.എ. വർഗീസേ, ഒരു സൈന്യം എഴുന്നേൽക്കുമെന്നത് വാഗ്ദത്തമാണോ സംഭവിച്ചിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഇതിനകത്തിരിക്കുന്ന ദൈവമൈതലേ, വാഗ്ദത്തമാണോ സംഭവിച്ചിരിക്കും, സംഭവിച്ചിരിക്കും. ദൈവം നിങ്ങളെ ഇവിടെ ആക്കിയത് ഫലം കായ്ക്കാനോ. പാസ്റ്റർ പി.ഡി. ജോൺസൺ പണ്ടൊരിക്കൽ ഇവിടെ വന്നപ്പോൾ പറഞ്ഞ ഒരു പദം എത്ര പ്രാവശ്യം ആവർത്തിച്ചു. ഒരു തെങ്ങും തോട്ടം ഒരു യജമാനൻ നട്ടുണ്ടാക്കി. എന്നിട്ട് 2 വർഷം കഴിഞ്ഞു. അടുത്ത് വന്നപ്പോൾ ഒരു തെങ്ങും കായ്ച്ചിട്ടില്ല. അദ്ദേഹം 2 ആളുകളോട് പറഞ്ഞു, സമയമായില്ല, വളമിട്. എന്നോടും പറയുക, വളമിടറ, വളമിടറ. വളർന്നില്ലടാ തെങ്ങ്. ഈ തെങ്ങ് തഴയ്ക്കുന്നുണ്ട്, ഇത് വളർന്നു വരും. വളമിട്ടുകൊണ്ടിരിക്കുന്നു. കർത്താവിന് സ്തോത്രം. എൻ്റെ കഴിവിൻ്റെ പരമാവധി തെങ്ങിനുള്ള വളമാണ്. അപ്പുറത്ത് നിൽക്കുന്ന കപ്പ പറഞ്ഞെന്നിരിക്കട്ടെ, എനിക്ക് കിട്ടിയ വളമല്ലല്ലോ നിനക്ക് കിട്ടുന്നത്. അത് പി.ഡി. ജോൺസന്റെ ആശയമല്ല. കപ്പ, നീ മാറിയിരി, നീ ഈ കൊല്ലം തീരുന്നതാ. പക്ഷെ ഞാനുണ്ടല്ലോ കുറേ നാൾ നിൽക്കുന്നതാ. നിന്റെ വളം കൊണ്ട് എനിക്ക് ആകത്തില്ല, നിന്റെ ഉപദേശം കൊണ്ട് എനിക്ക് പോരാ, നിനക്ക് കിട്ടുന്ന കൃപാവരങ്ങൾ കൊണ്ട് എനിക്ക് ആകത്തില്ല, എനിക്ക് വേറൊന്ന് വേണം. അതിങ്ങോട്ട് തരാൻ തുടങ്ങി. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ 13-ാമത്തെ വയസ്സിലോ 14-ാം വയസ്സിലോ ആയിരിക്കണം, എൻ്റെ ചെറിയ പ്രായത്തിൽ. ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ സ്കൂളിൽ പോകുന്ന സമയം ഒഴിച്ചാൽ, വീട്ടിൽ അധ്വാനം കഴിച്ചാൽ അതിൻ്റെ കൂലിയായി എന്ന വണ്ണം ഒരു നേരത്തെ ആഹാരം കിട്ടുന്ന കാലം. കാര്യം സ്നാനപ്പെട്ട പാപത്തിന് വീട്ടുകാർ തിരിക്കുന്ന സമയം. ഒരു ദിവസം ഒരു മാസയോഗത്തിന് പോയി. അന്ന് വീട്ടിലെ ജോലി ചെയ്യാൻ ഒക്കത്തില്ല, അതൊരു ശനിയാഴ്ചയാണ്. മാസയോഗം കഴിഞ്ഞാൽ അക്കാലങ്ങളിൽ ഒരു കഞ്ഞി കിട്ടുന്ന പതിവുണ്ട്. കഞ്ഞി ഒരു നേരത്തെ ആഹാരം കിട്ടുന്ന പതിവുണ്ട്. അതിനെനിക്ക് നേരവും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇനി പോരുന്ന വഴിയിൽ പാസ്റ്റർ കെ.സി. ശാമുവേൽ എന്ന ഷാരോനിലെ ഒരു സ്റ്റിഫ്നെക്ക് ഉണ്ടായിരുന്ന അപ്പച്ചനും അദ്ദേഹത്തിൻ്റെ കൂടെ മറ്റൊരു ഉപദേശിയും വെണ്ണിക്കുളം എന്ന് പറയുന്ന സ്ഥലത്ത് താമസമുണ്ട്. വെണ്ണിക്കുളത്ത് അവർ താമസിക്കുന്ന വീടിൻ്റെ അരികിലൂടെ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, നീയും കൂടെ കയറി മോനെ. ഞാൻ പറഞ്ഞില്ല, എനിക്ക് വീട്ടിൽ പോകണം, ധൃതിയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഇറങ്ങിയത്, ആഹാരം പോലും കഴിക്കാതെ ഇറങ്ങിയത്. ഇല്ലടാ കയറാൻ പറഞ്ഞു. ഒത്തിരി പ്രാവശ്യം പറഞ്ഞത്. ഇനി അത് പറയാൻ എനിക്കങ്ങ് സന്തോഷമാണ്. അവരുടെ വീട്ടിൽ കുറച്ച് വാഴപ്പഴം ഉണ്ടായിരുന്നു. എൻ്റെ ഓർമ്മയിൽ ഏത്തപ്പഴമാണ്. 3 ഏത്തപ്പഴം എടുത്തുകൊണ്ട് വന്നു. ഒന്ന് എനിക്കും, ഒന്ന് കെ.സി. ശമുവേലിനും, ഒന്ന് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ദൈവദാസനും. ആരായിരുന്നത് ഞാൻ കറക്റ്റ് അങ്ങോട്ട് ഓർക്കുന്നില്ല. 3 എണ്ണം എടുത്തുകൊണ്ട് വന്നു. ഒരെണ്ണം എടുത്തോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് നാളെയെങ്കിലും വീട്ടിൽ നിന്ന് ആഹാരം കിട്ടും. നിങ്ങൾ പെന്തിക്കോസ്ത് ഉപദേശിമാരാ, അന്നത്തെ സാഹചര്യത്തിൽ എന്നാ നിങ്ങൾക്കിനി ആഹാരം വരുന്നതെന്ന് ആർക്കറിയാം. അതുകൊണ്ട് നിങ്ങളുടെ ഞാൻ തിന്നുകൊണ്ട് പോകത്തില്ല, വേണ്ട, ഞാൻ പട്ടിണി പോക്കോളാം, എനിക്ക് തിങ്കളാഴ്ച ആഹാരം ഷുവറാണ്. അന്ന് അദ്ദേഹം പറഞ്ഞൊരു പദമുണ്ട്, കെ.സി. ശമുവേൽ, മോനെ, ഒരു വാഴ വെച്ചാൽ ആ വർഷം തന്നെ വാഴയിൽ നിന്നൊരു ഫലം കിട്ടുമടാ. ഒരു തെങ്ങ് വെച്ചാൽ ആ ആണ്ടിൽ ഫലം കിട്ടത്തില്ല. പക്ഷെ വാഴ ഒറ്റ കൊലച്ചങ്ങ് നിൽക്കും. പിന്നെ വാഴ വെട്ടിക്കളയാനേ കൊള്ളുള്ളൂ. തെങ്ങേന്ന് ഒരു കൊല ഇട്ടാൽ തീരത്തില്ല. നീ പെന്തക്കോസ്ത് മണ്ഡലം ഫലം കായ്ക്കുവാനുള്ള ആത്മീയ ഗ്രഹത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സ്വർഗത്തിലെ ദൈവം നിങ്ങളെ വളർത്തട്ടെ. തെങ്ങിനുള്ള വളമിടുവാൻ എനിക്ക് കർത്താവ് തന്ന കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. തീരെ ഡൈല്യൂട്ടഡ് ഒന്നിലേക്ക് പോകാതെ, ഗോഡ് ലവ് യു എന്ന് പറഞ്ഞാൽ അതും സുവിശേഷമാണ്, ഗോഡ് ഹീൽ യു എന്ന് പറഞ്ഞാൽ അത് സുവിശേഷത്തിൻ്റെ ഹയർ സ്റ്റെപ്പാണ്. പക്ഷേ ഗോഡ് ബിൽഡ് യു എന്ന് പറയണമെങ്കിൽ, അതിനുള്ള ബലം ഏറ്റെടുക്കണമെന്ന് പറയണമെങ്കിൽ, ദിസ് ഇസ് സ്റ്റിൽ എ ഹയർ ലെവൽ. ഇന്ന് പകൽ ആവശ്യമുള്ള കട്ടിയുള്ളത് കൊടുക്കുവാൻ കർത്താവ് തരുന്ന കൃപയ്ക്കായി സ്തോത്രം. ഞാൻ പാസ്റ്റർ പി.ഡി. ജോൺസന്റെ വാക്കിൽ മടങ്ങി വരട്ടെ. 3-ാമത്തെ വർഷം വന്നപ്പോൾ അദ്ദേഹം തെങ്ങുകൾ നോക്കി, ഒരു തെങ്ങിന് പൂ വരുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, വരുന്ന വർഷമാകുമ്പോഴത്തേക്ക് എൻ്റെ തെങ്ങെല്ലാം കായ്ക്കും. ഒരു തെങ്ങും കായ്ച്ചിട്ടില്ല, ഒരു തെങ്ങിന് പൂ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. പാസ്റ്റർ പി.ഡി. ജോൺസൻ്റെ ആശയങ്ങളാണ്. ആ തെങ്ങുകൾ തമ്മിൽ പറഞ്ഞൊരു പദം, എടാ എങ്ങനെയാടാ കായ്ക്കുന്നത്? കായ്ക്കാൻ നമുക്ക് അറിഞ്ഞുകൂടാ.
ഈ പുള്ളിക്കാരനാണെ കാ നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. എങ്ങനെയാടാ കായ്ക്കുന്നത്? പി ഡി ജോൺസൺ പറഞ്ഞ ഒരു പദത്തിലേക്ക് മാത്രം ഞാൻ പോകാം. എടാ, കാ എങ്ങനെയും ഉണ്ടാക്കിയാലും കിഴുത്തയില്ലാതെ ഇതിനകത്ത് എങ്ങനെയാടാ വെള്ളം നിറയ്ക്കുന്നത്? തേങ്ങ കണ്ടിട്ടുണ്ട്, ഇതിനകത്ത് കിഴുത്തയില്ലാതെ വെള്ളം നിറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ പരിപാടി എന്നാടാ? പാസ്റ്റർ പി ഡി ജോൺസൺ ഇങ്ങനെ പറഞ്ഞ്, തെങ്ങേ മിണ്ടാതെ അവിടെ നില്ല്, നിനക്ക് തരുന്ന തീറ്റി മുഴുവനും തിന്ന്, നിനക്ക് കിട്ടുന്ന വെള്ളം മുഴുവനും കുടിച്ച് മിണ്ടാതെ യജമാനൻ്റെ വയലിൽ നില്ല്, വരുന്നാണ്ടിൽ കായ ഉണ്ടായിരിക്കും. ഇന്ന് പകൽക്കാലം ഫലമില്ല എന്ന് വിഷമിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം സ്ഥിരകാലം ചുമ്മാ നിൽക്കാനല്ല, എന്നാൽ നിലയിൽ നിൽക്കുന്നെങ്കിൽ ഇതിനകത്ത് ഫലം കായ്ക്കും. യേശുവിൻ്റെ നാമത്തിൽ ജനത്തിൽ നിന്നൊരു ഫലമുണ്ടാകട്ടെ, ജനത്തിൽ നിന്നൊരു ഫലമുണ്ടാകട്ടെ. ദൈവത്തിൻ്റെ സമയത്ത് ദൈവ സാന്നിധ്യത്തിൽ ലയിച്ചു ചേർന്ന് നിൽക്കുന്ന ഒരവസ്ഥ. It is rooted in biblical concepts and practices such as dwelling on God's word and attributes rather than an empty mind, gazing on God rather than asking for specific customs. നമ്മൾ ദൈവം തരുന്ന വയലിൽ നിന്ന് പെറുക്കി തിന്നാൻ നോക്കണം. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് വാരി ഭക്ഷിക്കാൻ ശ്രമിക്കുക. മറ്റൊന്നിൻ്റെയും പുറകെ പോകാതെ ദൈവം നിങ്ങളെ നടത്തും, ദൈവം നമ്മെ നടത്തും. ഒരഭിഷേകത്തിന് വേണ്ടിയാണ് വിളിച്ചിരിക്കുന്നത്. ലാൻഡ് പൊസസ് ചെയ്യാനാ, ദൈവ സാന്നിധ്യത്തിൽ ലയിച്ചു ചേരുന്ന അവസ്ഥ. ഞാനങ്ങ് മാറുക. സാന്നിധ്യത്തിൽ ലയിച്ചു ചേർന്നിരിക്കുന്ന അവസ്ഥ, സാന്നിധ്യത്തിൽ ലയിച്ചു ചേർന്നിരിക്കുന്ന അവസ്ഥയിൽ ലൂക്കോസ് 5:16 പറഞ്ഞു, ജനം യേശുവിനെ തേടി വരികയാണ്. കാരണം എന്താ? രോഗികൾക്ക് സൗഖ്യം വേണം. ജനം കാംക്ഷിക്കുന്നത് നിത്യജീവനല്ല, ജനം കാംക്ഷിക്കുന്നത് നിത്യജീവനല്ല, പക്ഷെ പത്രോസ് കാംക്ഷിക്കുന്നത് നിത്യജീവനാണ്. ജനത്തിന് വേണ്ടത് രോഗസൗഖ്യമാണ്, ജനത്തിന് വേണ്ടത് വിടുതല. അതിവിടെ ഉള്ളതിനായി സ്തോത്രം. യേശുവിൻ്റെ സന്നിധിയിൽ അത് ഉണ്ടായിരുന്നു, ഇന്നും അത് ഉള്ളതിനായി സ്തോത്രം. പക്ഷെ ഒരിക്കൽ പത്രോസിനോട് യേശു ചോദിച്ചു, പത്രോസേ, നിനക്കും പോകാൻ മനസ്സുണ്ടോ? 12 ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങൾക്കും പോകാൻ മനസ്സുണ്ടോ? രോഗസൗഖ്യം തേടി വന്നവർ പലരും കഠിനവാക്ക് കേട്ടതോടുകൂടെ, ദൈവത്തിൻ്റെ ഉപദേശത്തിൻ്റെ ഗൗരവം കേട്ടതോടുകൂടെ ഇത് കഠിനവാക്കെന്നും പറഞ്ഞ് പിരിഞ്ഞു പോയല്ലോ, നിങ്ങൾക്ക് പോകാൻ മനസ്സുണ്ടോ? പത്രോസിന്റെ മറുപടി, കർത്താവേ, ഞങ്ങൾ രോഗസൗഖ്യം തേടി വന്നതല്ല, സതുപദേശം കേൾക്കാൻ വന്നതല്ല, സദാചാരങ്ങൾ അന്വേഷിച്ച് വന്നതല്ല. അങ്ങ് സംസാരിക്കുന്ന മൊഴിക്കകത്ത് ജീവൻ ഉൾക്കൊള്ളുകയാണ്. അങ്ങയുടെ വാക്കുകൾ ഗ്രഹിക്കുവാൻ ഞങ്ങൾക്ക് കഴിയുന്നുണ്ട്. നിത്യജീവന്റെ മൊഴികൾ നിന്റെ വാക്കുകളിൽ ഉണ്ട് കർത്താവേ. എല്ലാവരും കേൾക്കുന്ന ഒരു വചനം കേട്ടങ്ങ് പോകയല്ല, അതിനകത്തുനിന്ന് അരിച്ചു പെറുക്കി അതിൻ്റെ കാമ്പെടുക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നുണ്ട്. അതങ്ങയുടെ സാന്നിധ്യത്തിൽ നടക്കുന്നത് കൊണ്ട് ഈ ദിവസങ്ങളിൽ ലഭിക്കുന്നതായ വചനത്തിൻ്റെ കാമ്പേറ്റെടുക്കുവാൻ കഴിയുന്നവർ, നിത്യജീവൻ്റെ മൊഴികൾ നിന്റെ മയ്യിലുണ്ട്. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യം വരെ ഉയരുവാൻ, ദൈവ സാന്നിധ്യത്തിൽ ആരാധിക്കുന്ന സാഹചര്യം വരെ ഉയരുവാൻ നമുക്കൊന്ന് കഴിയട്ടെ. ഇവിടെ വ്യാപരിക്കുന്ന ദൈവ സാന്നിധ്യത്തിനായി നന്ദി. എനിക്ക് പ്രോഗ്രാം കംപ്ലീറ്റ്ലി അനൗൺസ് ചെയ്യാൻ കഴിയാതെ വന്നിട്ടുണ്ട്. കഴിഞ്ഞ രാത്രിയിൽ 9 o'clock സെക്ഷൻ ഉണ്ടോ എന്നെനിക്ക് പറയാൻ വയ്യായിരുന്നു. കാര്യം ആരോഗ്യം ഉണ്ടോ എന്ന് അറിയാൻ വയ്യാത്തതുകൊണ്ട് നടന്നില്ല. പക്ഷേ ഇന്ന് കർത്താവ് തന്നിരിക്കുന്ന ആരോഗ്യത്തിൽ നിന്ന് ഈ ആഴ്ചത്തെ പ്രോഗ്രാം ഞാൻ പറയട്ടെ. ഇന്ന് വൈകിട്ട് പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ഇന്ന് വൈകിട്ടത്തെ സെക്ഷനിൽ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരിക്കും. സുനിൽ പാസ്റ്റർ തിരിച്ചു വന്നിട്ടുണ്ട്, അദ്ദേഹമായിരിക്കും ഇന്നത്തെ മെസ്സേജ് എടുക്കുന്നത്. ഇന്ന് രാവിലെ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു. ചുരുങ്ങിയ മിനിറ്റുകൾ മാത്രം മെസ്സേജ് കഴിഞ്ഞ ശേഷം ഇന്നലെ പ്രാർത്ഥിക്കാൻ കഴിയാതെ പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സമയമെടുക്കുകയാണ്. തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെയുള്ള 5 ദിവസം കർത്താവ് അനുവദിക്കുന്നെങ്കിൽ 9 മണി മുതൽ സ്പെഷ്യലി തിരഞ്ഞെടുത്തവർക്ക് വേണ്ടി, വോളണ്ടിയർ ചെയ്ത് വരുന്നവർക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ സെക്ഷൻ ഉണ്ടായിരിക്കും. ശക്തിയേറിയ ഒരു അഭിഷേകത്തിന് വേണ്ടി അവരെ വേർതിരിക്കുന്ന ഒരു അഭിഷേകത്തിൻ്റെ കൈമാറ്റം ചിലരിലേക്കൊന്ന് നടക്കുവാൻ, ചിലതിന് വാഗ്ദത്ത ദേശത്തിൻ്റെ ഷെയർ ചെയ്ത് കൊടുക്കേണ്ടതിന് വേണ്ടി, മനോഹര ദേശത്തിന് അളവ് നൂൽ പിടിക്കേണ്ടതിന് വേണ്ടി, ദൈവജനത്തിന് വേണ്ടി അവകാശങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടതിന് വേണ്ടി. പ്രൈസ് ദി ലോർഡ്. ഇതുവരെ പറയാത്ത ഒരു പദമാണ് പരിശുദ്ധാത്മാവ് ഇടപെടുന്നത്. ഈ ആഴ്ച നടക്കുന്ന ശുശ്രൂഷകളിൽ ചിലതിൻ്റെ ശുശ്രൂഷകൾ വേർതിരിക്കുവാൻ, ഇവിടം മുതൽ ഇവിടം വരെ നീ എടുക്ക്, ഇവിടം മുതൽ ഇവിടം വരെ നീ എടുക്ക്. രൂബൻ ഗോത്രമേ, നിനക്ക് ഇവിടം മുതൽ ഇവിടം വരെയാ. ലേവി ഗോത്രമേ, നിനക്ക് ഇതിയുടെ അവകാശമേ തരുന്നില്ല. ബെന്യാമീൻ ഗോത്രമേ, നിനക്ക് അവിടം മുതൽ ഇവിടം വരെയാണ്. ലേവി ഗോത്രമേ, നിനക്ക് പുൽപ്പുറങ്ങൾ തരാം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ചിലതിന് അളവ് നൂൽ പിടിച്ച് പകുത്തു കൊടുക്കുന്ന ശ്രേഷ്ഠത ഈ ആഴ്ചയിൽ വരുന്ന ആഴ്ചയിലുമായി പരിശുദ്ധാത്മാവ് ചെയ്യുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ചിലതിന് ടാർഗറ്റ് കാണിച്ചു കൊടുക്കുക, ചിലതിന് പൊസഷന്റെ സ്ഥലം കാണിച്ചു കൊടുക്കുക, ഇത് പിടിച്ചെടുക്കാൻ പറയുക. ആ ഒരു
വാക്ക് വന്നാ ഉണ്ടല്ലോ അവനിൽ വ്യാപരിക്കുന്ന ബലം. ഹല്ലേലൂയ. മോശെ അങ്ങനെ അയക്കാൻ പോകുന്നത് ഫറവോന്റെ മുമ്പിൽ നിൽക്കാനാ. എന്തിനു വേണ്ടിയാണ്? എന്നെ ആരാധിപ്പാൻ, എൻ്റെ ജനത്തെ വിട്ടുതരിക എന്ന് പറയുവാൻ, ചില ഫറവോന്റെ മുമ്പിൽ നിൽക്കുവാൻ ഞാൻ നിന്നെ ഒന്ന് അയക്കാൻ പോകുകയാ. ആ അഭിഷേകം വഹിക്കുവാൻ നിന്റെ തോളുകൾക്ക് ശക്തിയില്ല. അതുകൊണ്ട് നിന്നെ ശക്തി പഠിപ്പിക്കുവാൻ ഞാൻ നിന്നെ ചില മാർഗങ്ങളിൽ നടത്തുകയാ. നിന്റെ ഒന്നാമത്തെ പറച്ചിലിന് ഫറവോൻ ജനത്തെ വിടത്തില്ല, രണ്ടാം പറച്ചിലിന് വിടത്തില്ല, മൂന്നാം പറച്ചിലിന് വിടുകയില്ല. നിന്റെ 9ാം കമാൻഡിനും ഫറവോൻ കീഴടങ്ങുകയില്ല. എന്നാൽ ഓരോ പ്രാവശ്യവും നിന്റെ തോളിന്റെ മേൽ ശക്തി വരികയാ. എന്റെ പ്രവർത്തികൾ നീ കാണുകയാ. ഉറ മന. ഓരോ ഫെയിലിയർ മോശ 1ാം പ്രാവശ്യം അത്ഭുതം കാണിച്ചെങ്കിലും, തന്റെ വടി സർപ്പമായി മാറിയെങ്കിലും ഫെയിലിയറുമായി മടങ്ങിപ്പോന്നു. 2ാം പ്രാവശ്യം അത്ഭുതം കാണിച്ചെങ്കിലും ഫെയിലിയറുമായി മടങ്ങി വന്നു. 9 പ്രാവശ്യത്തെ ഫെയിലിയറുകൾ, തോൽവികൾ ഒന്നിനുമീതെ ഒന്നായി മോശയുടെ മേലടിക്കുമ്പോൾ സ്വർഗത്തിന് പറവാനുണ്ട്, ബലപ്പെടുക, 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 ബലപ്പെടുക. ഒരു ദിവസം ഈ ഫറവോൻ സറണ്ടർ ചെയ്യും. നീ ഒന്ന് പോയി കിട്ടിയാൽ മതി. യേശുവിന്റെ നാമത്തിൽ ചിലതിനെ സറണ്ടർ ചെയ്യിക്കുവാൻ ആവശ്യമുള്ള പുതുബലം ഈ പകൽ ദൈവം ഇവിടെ പകരട്ടെ. ഇത് നിന്റെ ജനമല്ല. അബ്രഹാമിനെ ദൈവം വിളിച്ച് തിരഞ്ഞെടുത്ത് തൻ്റെ മകനായ യാക്കോബിനെ ഇവിടെ അയച്ചത്, ജോസഫിനെ ബലപ്പെടുത്തി അയച്ചത്. ഞാൻ സത്യത്തിൽ നിന്ന് ജോസഫിൻ്റെ ചരിത്രം എടുക്കുന്നു കണ്ട വന്നേ. ജോസഫിനെ ബലപ്പെടുത്തി ഇവിടെ അയച്ചത്, അബ്രഹാമിൻ്റെ കൊച്ചുമക്കൾ 73 എണ്ണത്തെ ഇവിടെ കൊണ്ടുവന്ന് വളർത്തിയത് നിനക്ക് അടിമവേല ചെയ്യാനല്ല, എനിക്കിവരെ കൊണ്ടുപോകാനാ. നീ കുറേ നാൾ ഇവരെ കൊണ്ട് അടിമവേല ചെയ്യിച്ചു, തകരാറില്ല. അതിൻ്റെ ഫലം മുഴുവനും നിന്റെ നിന്ന് പിടിച്ചെടുത്ത് അവരുടെ കയ്യിൽ കൊടുത്ത് എൻ്റെ ജനത്തെ ഞാൻ കൊണ്ടുപോകും. പ്രൈസ് ദി ലോർഡ്. പീഡ അനുഭവിച്ച ദൈവ പൈതലേ, നമ്മുടെ പിതാക്കന്മാർ പീഡിപ്പിക്കപ്പെട്ടു. ഞാനും നിങ്ങളും പീഡിപ്പിക്കപ്പെടുകയാണ്. ഒരളവിൽ കഷ്ടമായി അനുഭവിപ്പാൻ അടിയൻ്റെ ചെറിയ പ്രായത്തിൽ കർത്താവ് തന്ന കൃപയ്ക്കായി സ്തോത്രം. അനുഭവിച്ച കഷ്ടത്തിനും അനുഭവിച്ച പീഡയ്ക്കും തക്കവണ്ണം ഫറവോനെ നിന്റെ കയ്യിൽ നിന്ന് തിരികെ പിടിച്ച് എൻ്റെ ജനത്തിൻ്റെ കയ്യിൽ കൊടുത്തയച്ച് അതും കൊണ്ട് എനിക്കൊരു ആലയം പണിത് ഈ ജനം എന്നെ ആരാധിക്കും, ഞങ്ങൾ ഒരുമിച്ചായിരിക്കും. ഹല്ലേലൂയ. യോസഫിനെ ബലപ്പെടുത്തി, മോശയെ ബലപ്പെടുത്തി. ഇന്ന് പകൽ നമ്മെ ബലപ്പെടുത്തുന്ന ദൈവകരം നമ്മുടെ മേലിരിക്കട്ടെ. എന്തിനാ ഞാൻ കൊണ്ടുവന്നെന്നറിയാമോ? എന്തിനാ ഞാൻ ഈ ട്രെയിനിങ്ങിലൂടെ വിട്ടതെന്നറിയാമോ? ഈ ജനത്തിൻ്റെ മേലൊരു അധികാരം ഇരിക്കാനാ. ഇന്ന് ഞാൻ ഏൽപ്പിക്കുന്ന അധികാരം നേരിട്ടവരേറ്റെടുത്താൽ, ഇന്നവരത് ഏറ്റെടുത്താൽ അവർ വളഞ്ഞു പോവും, അവർക്ക് നേരെ നിൽക്കാനൊക്കത്തില്ല. ദൈവം ആദമിനെ സൃഷ്ടിച്ചു. എൻ്റെ ഏറിൽ വ്യത്യാസമായ വേറൊരു ഫീൽഡാണ്. ദൈവം ആദമിനെ സൃഷ്ടിച്ചു. ദൈവം നട്ടുണ്ടാക്കിയ തോട്ടത്തിൽ കൊണ്ട് പാർപ്പിച്ചു. കാരണം മുഴുവൻ ഭൂമിയുടെയും ചുമതലയ്ക്ക് വേണ്ടിയാണ് ആദമിനെ സൃഷ്ടിച്ചത്. മുഴുവൻ ഭൂമിയും ഭരിക്കാനാണ്. പക്ഷേ കിഴക്കേതനൊരു കൊച്ചു തോട്ടം ഉണ്ടാക്കി അങ്ങോട്ട് കൊണ്ട് പാർപ്പിച്ച്. എന്താ ആദമേ അവിടെ കൊണ്ട് പാർപ്പിച്ച്? പറയാം ആദമേ, പറയാം മോനെ, നിന്നെ തൽക്കാലം മൊത്തം ഭൂമിയുടെ ചുമതല ഏൽപ്പിച്ചാൽ നീ വളർന്നിട്ടില്ല അത് ഏറ്റെടുക്കാൻ. ഒന്ന് വളരുന്നത് വരെ തൽക്കാലം ഏതനിൽ നില്ല. ഇവിടെ നീ വിശ്വസ്തത തെളിയിക്ക്. ഇന്ന് എല്ലാവരും സുവിശേഷ വേലയ്ക്ക് വേണ്ടി വെളിയിലോട്ട് പറഞ്ഞയച്ചാൽ പിടിച്ചു നിൽക്കാൻ പലർക്കും ഒക്കത്തില്ല. ആദ്യമേ ചർച്ചിനകത്ത് ഇരിക്കുമോനെ, ഇരിക്ക്, വിശ്വസ്തത പാലിക്ക്, ഒന്ന് വളരട്ടെ. പക്ഷെ നിന്നെ ഏൽപ്പിക്കുന്ന അവകാശം വലുതാകയാൽ നിന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പണി നടക്കത്തില്ല. ഞാനൊരു ഔവയെ കൂടെ നിൻ്റെ കൂടെ തരാം, രണ്ടുപേരും കൂടെ ജോലി ചെയ്യും. പക്ഷേ ഇവിടെ എൻ്റെ വിശ്വസ്തത തെളിയിക്ക്. അത് ദൈവത്തിൻ്റെ വേറൊരു പാറ്റനാ. അല്പത്തിൽ വിശ്വസ്തനായവനെ മാത്രമേ അധികത്തിന് വിചാരകനാക്കാറുള്ളൂ. അല്പത്തിൽ വിശ്വസ്തത കാണിക്കുവാൻ ആദാമിന് കഴിയാതെ പോയതുകൊണ്ട് അദ്ദേഹം പരാജയപ്പെട്ടു. ആദമേ, മൊത്തം ഭൂമിയുടെ ചുമതല അന്ന് നിന്റെ തോളിലോട്ട് വെച്ചാൽ നീ ചുമടിൻ്റെ കീഴിൽ അരഞ്ഞു പോവും, നിനക്കിത് വഹിക്കാനൊക്കത്തില്ല. പുതിയ കാളയും പുതിയ വണ്ടിയും വരുമ്പോൾ ഒരിക്കലും ഫുൾ ലോഡ് വണ്ടിക്കകത്ത് കൊടുത്തേച്ച് കാളയുടെ പെടലിക്കോട്ട് നുകം വെക്കത്തില്ലെന്നാണ് എൻ്റെ തോന്നൽ. കാര്യം കാള ഒതുങ്ങിപ്പോവും.
പല നാളുകൾ കൊണ്ടാണ് പഠിച്ചെടുക്കുന്നത്. ഞാൻ ആദ്യത്തെ സ്കൂട്ടർ വാങ്ങിച്ചപ്പോൾ, ആദ്യത്തെ കാറ് വാങ്ങിച്ചപ്പോൾ അതിൻ്റെ ഇൻസ്ട്രക്ഷനകത്ത്, സ്കൂട്ടറിൻ്റെ ഇൻസ്ട്രക്ഷനിൽ പ്രത്യേകിച്ചും യൂസേഴ്സ് മാനുവലിനകത്ത് എഴുതിയിരുന്നു, അതിൻ്റെ ഫുൾ എനർജി ആദ്യം ഉപയോഗിക്കരുത്, ഫുൾ സ്പീഡിൽ ആദ്യം ഓടിക്കരുത്. ആദ്യമേ ബ്രേക്കിംഗ് ഇൻ പീരീഡ് ഉണ്ട്, എഞ്ചിന് ഒരു ബ്രേക്കിംഗ് ഇൻ പീരീഡ് ഉണ്ട്. അന്ന് ഫ്യൂവൽ പ്രത്യേകമാണ്, അന്നത്തെ സ്പീഡ് ലിമിറ്റഡാണ്, അന്ന് എടുക്കാവുന്ന ലോഡ് ലിമിറ്റഡാ. ഒരു കുറച്ച് ദിവസം കഴിയുമ്പോൾ നീ സീസൺഡ് ആകും. ഇതിനകത്തിരിക്കുന്ന സീസണിങ്ങിന് വേണ്ടി വെച്ചിരിക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം. ലോഡ് അങ്ങോട്ട് തരുന്നതിന് മുന്നമേ ആദമേ കുറച്ച് നാൾ നീ സീസണിൽ ഇരിക്കണം. ഇപ്പം ഞാൻ തിരിച്ചു വരട്ടെ, ശിംശോനെ നീ സീസണിങ്ങിൽ ഇരിക്കണം. നിനക്ക് ഇന്ന് തന്നിരിക്കുന്നത് ആകപ്പാടെ ചില്ലറ ചുമതലേ ഉള്ളൂ. മുന്തിരിവള്ളിയുടെ അനുഭവം ഒന്നും കഴിക്കരുത്, മീശ വളർന്നാൽ വടിക്കരുത്, മുടി വളർന്നാൽ വെട്ടരുത്. നീ ഒരു വ്രതസ്ഥനാണ്, ലോകം കാണണം നീ സാധാരണക്കാരനല്ല, നീ വ്രതസ്ഥനാ. നാളെ ഒരിക്കൽ നിന്റെ മേൽ ബലം വ്യാപരിക്കുമെടാ. അന്നണ്ട ബാലസിംഹം നിനക്ക് നേരെ അലറിക്കൊണ്ട് വരുമ്പോൾ നിന്നിലേക്കൊരു ബലം വ്യാപരിക്കും. ബലം ഇന്ന് തന്നേച്ചല്ല നടത്തുന്നത്, ബലപ്പെട്ട് നിൽക്കുമ്പോഴല്ല ബാലസിംഹം വരുന്നത്. ബാലസിംഹം അലറുന്നത് കാണുമ്പോൾ ബലം ഇപ്പുറത്തൂടെ വ്യാപരിക്കുക, ഒരിടത്തൂടെ ശത്രു വരുമ്പോൾ ബലം മറുവശത്തൂടെ വ്യാപരിക്കുക. വില മുടക്കി കഴിഞ്ഞ ശിംശോനെ ഞാൻ നിന്നെ ഉപയോഗിക്കാൻ പോകുകയാ. പക്ഷെ ഉപയോഗിച്ച് ശിംശോൻ തോറ്റു. ഞാൻ ആ വേർതിരിവിലേക്ക് കൊണ്ടുവരട്ടെ. ഉപയോഗിച്ച് ശിംശോൻ തോറ്റു. ഒടുവിൽ അവൻ അമ്പെ പരാജയപ്പെട്ടു. അട്ടർ ഫെയിലിയർ. അവൻ്റെ ശരീരത്തെ കീഴടക്കുവാൻ അവന് കഴിയാതെ പോയി. അവൻ്റെ മാനസിക ശാരീരിക ബലഹീനതകൾ പിശാച് മുതലെടുത്തു. അവൻ്റെ അതിരുകടന്ന സ്നേഹം ദലീല മുതലെടുത്തു. അവൻ ഒതുങ്ങി. ഞാൻ മറ്റൊരു കുഞ്ഞിനെ എടുക്കട്ടെ. ഈ ശിംശോനെ പോലെ ജനിച്ച വേറൊരു മോനാണ് ശമൂവേൽ. പെട്ടെന്ന് ദൈവാത്മാവ് ഹാസ്യം എൻ്റെ ഹൃദയത്തെ തരിക. ശമൂവേൽ നേരെ വയലിലേക്കല്ല പോയത്, യഹോവയുടെ ആലയത്തിലോട്ട് പോയി. ഞാൻ പറഞ്ഞു, വെളിപ്പാട് ലഭിക്കുന്നത് എവിടെ വെച്ചുമാകാം. വെളിപ്പാട് ലഭിക്കുന്നത് വഴിയറമ്പിലാകാം, വെളിപ്പാട് ലഭിക്കുന്നത് കടലിലാകാം, വെളിപ്പാട് ലഭിക്കുന്നത് പടകിലാകാം. വെളിപ്പാട് എവിടെ ലഭിച്ചാലും ശമൂവേൽ പ്രവാചകൻ്റെ പ്രത്യേകത, അവൻ ആലയത്തിലേക്ക് കയറി. പെമ്പിള്ളേര് വരാഞ്ഞിട്ടല്ല. ശമൂവേൽ പറഞ്ഞു, ഇല്ല, ഞാൻ ആലയത്തിൽ വസിക്കുന്നവനാ. ധനത്തിൻ്റെ മോടികൾ വരാഞ്ഞിട്ടല്ല. അവൻ പറഞ്ഞു, ഞാൻ ആലയത്തിൽ നിൽക്കുന്നവനാ. ഏലിയുടെ പിള്ളേര് വഴിതെറ്റി നടക്കുമ്പോൾ ഇവന് ജഡീക ഇച്ഛ ഇല്ലാഞ്ഞിട്ടല്ല, ഞാൻ വേറൊരു ഉദ്ദേശത്തിന് വേണ്ടി വന്നവനാ. ഞാൻ ജീവിക്കുന്നത് മുന്തിരിത്തോട്ടത്തിലല്ല, ഞാൻ ജീവിക്കുന്നത് വയലിലല്ല, ഞാൻ ഇരിക്കുന്നത് ആലയത്തിലോ. ഞാൻ അതിൻ്റെ മഹത്വം സൂക്ഷിക്കും. രണ്ടുപേരും വാഗ്ദത്ത പ്രകാരം ജനിച്ചവരാ. രണ്ടുപേരുടെയും അമ്മമാർ കരഞ്ഞതാ. രണ്ടുപേരും ദൈവിക ഉദ്ദേശത്തിൽ ജനിച്ചതാ. ഒരുവനിൽ ഉദ്ദേശം നിവർത്തിച്ച് തുടങ്ങിയപ്പോൾ അവൻ വയലിലായിരുന്നു, അവൻ ആലയത്തിലോട്ട് തിരിഞ്ഞിട്ടില്ല. മറ്റവന് ദൈവ സാന്നിധ്യം വെളിപ്പെട്ട് തുടങ്ങിയപ്പോൾ അവൻ ആലയത്തിലായിരുന്നു. വിളക്ക് കെടുന്നതിന് മുന്നമേ, ആ പദത്തിനായി സ്തോത്രം, ദേവാലയത്തിൽ 24 മണിക്കൂർ കത്തേണ്ടതിന് വേണ്ടി കത്തിച്ചു വെച്ചിരിക്കുന്ന ആ വിളക്ക് കെടുന്ന ഒരു കാലം. ഇന്ന് പകൽ വിളക്ക് കെടുന്ന കാലത്ത്, കെടുന്നതിന് മുന്നമേ വിളക്കിൻ്റെ അരികെ വന്ന് കിടന്ന ശമൂവേലേ, അസ്തമിക്കുന്നതിന് മുന്നമേ, സാഹചര്യങ്ങൾ പോകുന്നതിന് മുന്നമേ, ദിവസങ്ങൾ തീരുന്നതിന് മുന്നമേ, കിടറായ വിളക്കിൻ്റെ മുമ്പിൽ വന്ന് കിടക്കുന്ന ശമൂവേലേ, അങ്ങ് ദൈവശബ്ദം കേൾക്കും. തമ്പുരാൻ തപ്പിക്കൊണ്ടിരിക്കുക, എനിക്കൊരാൾ വേണം ദൈവശബ്ദം കേൾപ്പിക്കാൻ. അദ്ദേഹം ഒരു ശബ്ദം, ഞാൻ ഒത്തിരി പ്രസംഗിച്ചിട്ടുള്ളൊരു പദമാണ്. യഹോവ ആകാശത്തുനിന്ന് ശമൂവേലിനെ വിളിച്ചു. ശമൂവേലേ, ഓർമ്മയുണ്ടായിരിക്കും, ഞാൻ ആ പദം എത്ര പ്രാവശ്യം എടുത്തതാ. എ ഡബിൾ കോൾ. ഇങ്ങേരുടെ പേര് സിംഗിൾ ശമൂവേലെന്നേ ഉള്ളൂ, ശമൂവേൽ എന്നില്ല. എൻ്റെ പേര് വർഗീസ് എന്നേ ഉള്ളൂ, വർഗീസ് എന്നില്ല. എൻ്റെ മോന് പേരിട്ടതും വർഗീസ് എന്നായിരുന്നെങ്കിൽ അവനെ വർഗീസ് എന്ന് വിളിച്ചേനെ. ശമൂവേലിൻ്റെ മകന് പേരിട്ടത് ശമൂവേൽ എന്നായിരുന്നെങ്കിൽ ശമൂവേൽ എന്ന് അവനെ വിളിച്ചേനെ. പക്ഷേ ഇതാ പിതാവായ ശമൂവേല, ഒറ്റ ശമൂവേലേ ഉള്ളൂ. പക്ഷെ വിളി 2 പ്രാവശ്യമാണ്. ഡബിൾ കോളുകൾ എവിടെയെങ്കിലും ദൈവവചനത്തിലുണ്ടെങ്കിൽ ഒരു എമർജൻസി സിറ്റുവേഷനാണ്.
സ്വർഗത്തിലെ എമർജൻസിയുടെ ബെല്ലടിച്ചു. ദേവാലയത്തിൻ്റെ സ്ഥിതി മോശമാണ്. മഹാപുരോഹിതൻ്റെ സ്ഥാനം തെറിച്ച് കിടക്കുക. പുരോഹിതന്മാരാകാൻ കൊള്ളാവുന്നവരവിടെ ഇല്ല. ആലയത്തിൻ്റെ പുഷ്ടി കൊണ്ടവർ ഉപജീവനം കഴിക്കുന്നെങ്കിലും, ആലയത്തിൻ്റെ നന്മ കൊണ്ടവർ മുന്നോട്ട് പോകുന്നെങ്കിലും, ശീലോവിൽ ജനക്കൂട്ടം ഒരുമിച്ച് കൂടുമെങ്കിലും ആലയത്തിൽ കൊള്ളാവുന്ന പുരോഹിതന്മാരില്ലാതെ വഴിതെറ്റിക്കിടക്കുന്ന കാലം. സ്വർഗത്തിൽ എമർജൻസി ബെല്ലടിക്കുകയാ. ഈ ദിവസങ്ങളിലും സ്വർഗത്തിൽ എമർജൻസി ബെല്ലടിച്ചുകൊണ്ടിരിക്കുക. ആരെ കിട്ടുമെന്ന് വിളിക്കുവാൻ അന്നേരത്താണ് കെടാൻ പോകുന്ന വിളക്കിന്റെ മുമ്പിൽ വന്നു കിടക്കുന്ന ശമൂവേൽ, ആലയം വിടാതിരിക്കുന്ന ശമൂവേൽ. അവനെ കണ്ടോണ്ട് സ്വർഗത്തിലെ ദൈവം ഒരു വിളിച്ചു, ശമൂവേലേ, ശമൂവേലേ. ഈ രാത്രിയിൽ ഒരു ഡബിൾ കോൾ ചിലരുടെ മേൽ ഉണ്ടാകട്ടെ, ഒരു എമർജൻസി കോൾ ചിലതിൻ്റെ മേൽ ഉണ്ടാകട്ടെ. എഴുന്നേര്, എഴുന്നേര്, ഇവിടെ കിടന്ന് ഉറങ്ങാതെ എഴുന്നേര് ശമൂവേലേ, നിന്നോട് സംസാരിക്കാനുണ്ട്. അദ്ദേഹം ഞെട്ടി ഉണർന്നു. ഇതിനു മുമ്പെങ്കിലും ദൈവം വിളിച്ചത് കേട്ടിട്ടില്ല, അതുകൊണ്ട് തെറ്റിപ്പോയി. എത്രയോ പേരെ ദൈവം വിളിച്ചത് തെറ്റിപ്പോയി, അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ട്. ഓടി പോയി പുരോഹിതനെ കണ്ടു. എലി പുരോഹിതനെ കണ്ടേ ചോദിച്ചു, അടിയനെ വിളിച്ചോ? മോനെ, വിളിച്ചത് പുരോഹിതനല്ല, വിളിച്ചത് വിളിക്കേണ്ടവനാ. ഈ പുരോഹിതൻ തെറ്റിയിടത്ത് നിന്നെ പണിയാൻ തീരുമാനിച്ച ദൈവമാ. ഈ പുരോഹിതൻ തകർന്നിടത്ത് നിന്നെ നിർത്താൻ എടുത്ത ദൈവമാ. ഞാൻ നിന്നെ ഒന്ന് ഉറപ്പിക്കാൻ പോകാ, ഞാൻ നിന്നോട് സംസാരിക്കാൻ പോകാ. പക്ഷേ പുരോഹിതൻ്റെ അടുക്കൽ പോയതോടെ ശബ്ദവും നിന്നു. പലർക്കും ഈ അബദ്ധം പറ്റിയിട്ടുണ്ട്. രണ്ടാം പ്രാവശ്യവും ശബ്ദമുണ്ടായി, മൂന്നാം പ്രാവശ്യവും ശബ്ദമുണ്ടായി. ഇതിനിടയ്ക്ക് മഹാപുരോഹിതന് ഒരു കാര്യം ഓർമ്മ വന്നു. ഈ പള്ളിയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയൊരു സാധനമുണ്ട്, ദൈവസാന്നിധ്യം. അത് ഈ പള്ളിയിൽ നിന്ന് പോയതാ. കഷ്ടകാലത്തിനെങ്ങാനും ദൈവം ഇതുപോലൊരു പുത്തൻ പ്രജയെ കണ്ടത്. എൻ്റെ ഈ വിളക്കിൻ്റെ മുമ്പിൽ കിടന്ന് ഉറങ്ങുന്നവനുണ്ടല്ലോ, എൻ്റെ മക്കൾ വഴിതെറ്റിപ്പോയി ഇതുപോലെ തെറ്റാഞ്ഞവനുണ്ടല്ലോ, ഇവൻ്റെ കാലത്തെങ്ങാനും ദൈവസാന്നിധ്യം മടങ്ങി വരാൻ പോകാണോ? ഞാൻ ദൈവസാന്നിധ്യം കണ്ടിട്ടില്ല, ദൈവസാന്നിധ്യം അനുഭവിച്ചിട്ടില്ല, ദൈവശബ്ദം കേട്ടിട്ടില്ല. ഒടുവിൽ അദ്ദേഹം പറഞ്ഞു, മോനെ ശമൂവേലേ, എടാ, ഒരു പക്ഷേ ദൈവസാന്നിധ്യമാണല്ലോ, നിൻ്റെ അമ്മ കരഞ്ഞുണ്ടായ മോനാ നീ. ദൈവത്തിൻ്റെ പ്രത്യേക വിധിയിലുണ്ടായതാ നീ. ജനനത്തിന് മുന്നമേ, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നമേ തിരഞ്ഞെടുക്കപ്പെട്ടവനാ നീ. ഇതിനകത്തിരിക്കുന്ന പലരോടുമാ, അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുന്നമേ തിരഞ്ഞെടുക്കപ്പെട്ടവനാ നീ. നിന്നോടാണ് ദൈവത്തിന് സംസാരിപ്പാനുള്ളത്. മോനെ, ഒരു പക്ഷെങ്കിൽ, എടാ, പണ്ട് നിൻ്റെ അമ്മ വന്നിരുന്ന് രണ്ട് മത്ത് പിടിച്ചവളെ പോലെ, വീഞ്ഞു കുടിച്ചവളെ പോലെ അധരം ചലിപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അരുതെന്ന് പറഞ്ഞ പുരോഹിതനാ ഞാൻ ഈ കിടക്കുന്നത്, അരുതെന്ന് പറഞ്ഞവനായി കിടക്കുന്നത്. ഇതിനകത്ത് ചില സമയത്ത് ചില വ്യക്തികളൊക്കെ ശരീര ലക്ഷണങ്ങൾ വ്യത്യസ്തമാകുമ്പോൾ ഞാനത് ഒടുവിലെ മനസ്സിലാകത്തുള്ളൂ. പ്രാർത്ഥനാവേളയിൽ അവരുടെ ചാട്ടവും തുള്ളലും, അവരുടെ വീഴ്ചയും ഉരുവിച്ചയും ശരീര ലക്ഷണങ്ങൾ മാറുമ്പോൾ ഞാൻ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുന്നത്, ദൈവാത്മാവാണോ വേറെ വല്ലതും ആണോ? ഇത് ദൈവാത്മാവാണോ വേറെ വല്ലതും ആണോ? ഏലിപ്പുരോഹിതനും സംശയമായി, ഇത് എന്തവാ? ഇത് ദൈവാത്മാവാണോ അതോ വീഞ്ഞാണോ? അതുകൊണ്ടാണ് ആ അമ്മയോട് പറഞ്ഞത്, നിൻ്റെ വീഞ്ഞിറങ്ങട്ടിടിയെന്ന്. അവൾ പറഞ്ഞു, യജമാനനെ ഒരു നീച സ്ത്രീയായി ധരിക്കല്ലേ, യജമാനനെ അടിയനെ ഒരു നീച സ്ത്രീയായി വിചാരിക്കരുതേ. ഞാൻ വീഞ്ഞു കുടിച്ചതല്ല, സത്യമായിട്ടുമല്ല, ഞാനൊരു നിലവിളിയില്ല, ഞാനൊരു നെടുവീർപ്പില്ല. ഇന്ന് രാത്രിയിൽ ഇന്ന് പകൽ നെടുവീർപ്പിടുന്ന ചിലരുണ്ട്. ഞാനൊരു നെടുവീർപ്പില്ല, ഞാനൊരു നെടുവീർപ്പില്ല. എനിക്കൊരു കുഞ്ഞിനെ വേണം, എനിക്കൊരു കുഞ്ഞിനെ വേണം. എൻ്റെ ഉള്ളിലൊരു കുഞ്ഞ് ഫോം ചെയ്യുന്നതിന് മുന്നമേ ഞാൻ അങ്ങയോട് അപേക്ഷിക്കുക, എൻ്റെ വ്രതം ഞാൻ ഇവിടെ പ്രഖ്യാപിക്കുക. അവൻ ഉണ്ടായാൽ അവനെ ഞാൻ വയലിലേക്ക് അയക്കത്തില്ല. അവൻ മീശ വടിക്കാതെ, മുടി വെട്ടാതെ, ചാരായം കുടിക്കാതെ, അല്ലെങ്കിൽ മുന്തിരിവള്ളിയിൽ നിന്ന് തിന്നാതെ അവൻ വയലിൽ ഇറങ്ങത്തില്ല. അവൻ ആലയത്തിൽ പാർക്കുവാൻ തീരുമാനത്തിന്റെ മുകളിൽ, കർത്താവേ ഒരു കുഞ്ഞിനെ തരണമേ. അങ്ങനെ ഉണ്ടായതാ മോനെ ശമൂവേലേ നീ. ദൈവം തിരഞ്ഞെടുത്തവനാണെങ്കിൽ നിന്നോട് ഇടപെട്ടതാകാം. ഞാൻ എൻ്റെ അപ്പനും അമ്മയ്ക്കും സാധാരണഗതിയിൽ ഉണ്ടായതാ. പുരോഹിതൻ്റെ വാക്കാ, പുരോഹിതൻ്റെ ചിന്തയാകാം.
പുരോഹിതനായി നിന്ന് ഞാൻ ചിന്തിക്കുക, ഞാൻ സാധാരണഗതിയിൽ ജനിച്ചവനാ, ഞാൻ ദൈവശബ്ദം കേൾക്കുന്നില്ല. നിൻ്റെ ജനനം അതായിരുന്നില്ല, നിൻ്റെ അമ്മയുടെ നിലവിളിയുടെ പുറത്താ. ജനിക്കുന്നതിന് മുന്നമേ നിലവിളിക്കുന്ന ആ മാതാവിൻ്റെ ഹൃദയത്തിൽ ഉരുവായ ദൈവ പൈതലേ, കരയുന്ന സഭയുടെ മുമ്പിൽ ഉരുവായ ദൈവ പൈതലേ, സഭയാ മാതാവിൽ ജനിച്ചതായ ദൈവ പൈതലേ, ദൈവത്തിൻ്റെ ആലയം വിട്ടുപിരിയാതെ വിളക്കണയുന്നതിന് മുന്നമേ വന്നു കിടക്കുന്ന ദൈവ പൈതലേ, സ്വർഗം നോക്കുകയാണ്, ആരെ എനിക്ക് കിട്ടും. ഇത് പറഞ്ഞപ്പോഴെല്ലാം ഞാൻ ഓർത്തിട്ടുള്ളൊരു പദമുണ്ട്, തങ്കൽ. ഏകാഗ്രചിത്തന്മാരായവർക്ക് വേണ്ടി തന്നെത്താൻ എന്ന് വെളിപ്പെടേണ്ടതിന് ഭൂലോകത്തിലൊക്കെ ആ കണ്ണൂടാടി സഞ്ചരിക്കുക. ഇന്ന് പകൽ ഇതിൻ്റെ ഐലികളിൽ, ഇതിൻ്റെ റോകളിൽ, ഇതിൻ്റെ നിരകളിൽ, ഇതിൻ്റെ കസേരകളിലെല്ലാം ദൈവത്തിൻ്റെ കണ്ണ് ഊടാടി സഞ്ചരിക്കുക. ഇവനെ കൊള്ളാമോ, ഇവളെ കൊള്ളാമോ? നിങ്ങളുടെ സാരിയുടെ അകത്ത്, നിങ്ങളുടെ കോട്ടിൻ്റെ അകത്ത്, ഷർട്ടിൻ്റെ അകത്ത്, നിങ്ങളുടെ ശരീരത്തിന് അകത്തിരിക്കുന്ന ആ ഹൃദയത്തിലേക്ക് ഇന്ന് പകൽ ഉറ്റുനോക്കുന്ന ഒരു ദൈവമുണ്ട്. ഇവനെ കൊള്ളാമോ, ഇവളെ കൊള്ളാമോ? എങ്കിൽ ഏകാഗ്രചിത്തമാണെങ്കിൽ തൽക്കാലത്തേക്കൊരു രോഗശാന്തിക്ക് വന്നതാണെങ്കിൽ കിട്ടുമ്പോൾ അങ്ങ് പോകും. തൽക്കാലത്തേക്കൊരു സതുപദേശത്തിന് വന്നതാണെങ്കിൽ കിട്ടുമ്പോഴങ്ങ് പോകും. തൽക്കാലത്തേക്കൊരു സാഹിത്യം കേൾക്കാൻ വന്നതാണെങ്കിൽ കിട്ടുമ്പോഴങ്ങ് പോകും. ജീവൻ്റെ വചനം തപ്പി വന്നതാണെങ്കിൽ ഇവൻ നിലനിൽക്കും. നോർത്ത് ഇന്ത്യയിലുള്ള പാസ്റ്റർ കെ ജോയ് പറഞ്ഞ ഒരു കൊച്ചു ഉദാഹരണമുണ്ട്. സോപ്പുകളെല്ലാം കൂടെ അടുക്കി വെച്ചിരിക്കുന്ന ഷെൽഫിൻ്റെ അടുക്കൽ ഒരു മനുഷ്യൻ ചെന്നു. അദ്ദേഹത്തിന് വേണ്ടത് ലക്സ് സോപ്പാണ്. മുൻപിൽ കിട്ടിയത് മാർഗോയോ എന്നതാ, അത് മാറ്റിവെച്ചു. രണ്ടാമത് കിട്ടിയത് വേറൊന്നാ, മാറ്റിവെച്ചു. മൂന്നാമത് കിട്ടിയത് വേറൊന്നാ, മാറ്റിവെച്ചു. പലതിനെ തള്ളിയേച്ച് അദ്ദേഹം തപ്പിച്ചെന്ന ലക്സ് കണ്ടത് ഇങ്ങോട്ട് എടുത്തു. ഇന്ന് പകൽ ഒരു റോ തപ്പി കണ്ടില്ല, അടുത്ത റോ തപ്പി കണ്ടില്ല, ലൈനുകൾ തപ്പി കണ്ടില്ല. ഒടുവിൽ വന്ന് ഒന്നിനെ കണ്ടു, ഇയർപ്പിക്ക് ചെയ്തു, പൊക്കിയെടുത്തു. അതാ തിരഞ്ഞെടുത്തു. എന്നെ തിരഞ്ഞെടുത്ത ദൈവകൃപ, ഇതിനകത്തിരിക്കുന്ന നിങ്ങളെ തിരഞ്ഞെടുത്ത ദൈവകൃപ. 1 കോടിയോളം ജനം ഈ ബാംഗ്ലൂർ പട്ടണത്തിലുണ്ട്. സ്വർഗത്തിലെ ദൈവം ഹാൻഡ് പിക്ക് ചെയ്ത ചിലതിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുക. മോനെ ശമുവേലേ, നീ ഹാൻഡ് പിക്ഡാടാ, നീ ദൈവത്തിൻ്റെ ഹാൻഡ് പിക്കാ. അതുകൊണ്ട് അടുത്ത പ്രാവശ്യം വിളി കേട്ടാൽ ഉപേക്ഷിച്ച് കളഞ്ഞതുകൊണ്ട് പോയി. അടുത്ത പ്രാവശ്യം വിളി കേട്ടാൽ നീ എഴുന്നേറ്റിരുന്നൊരു വാക്ക് പറ, ഏലിയെ സംസാരിക്കണേ എന്നല്ല, യഹോവേ അരുളി ചെയ്യണമേ. മോനെ, ഇത് ഏലി അല്ലടാ വിളിച്ചത്, ഏലി അല്ല. ഒന്ന് പ്രാർത്ഥിരേ, യഹോവേ, നിങ്ങൾ ദൈവശബ്ദം കേട്ടാൽ എൻ്റെ പ്രസംഗത്തിൻ്റെ നടുവിൽ, നാളെ ഇവിടെ മർത്തോമായി നിന്ന് വിട്ടുവന്ന ഒരു അച്ഛനാണ് പ്രസംഗിക്കുന്നത്. അതിൻ്റെ അടുത്ത ദിവസം ഇവിടെ ശക്തന്മാരായ ശുശ്രൂഷകന്മാരായി ഈ ആഴ്ച മൊത്തം. അതിനടുത്ത ദിവസം വേറൊരാൾ വിളിക്കുന്നത് നിങ്ങളെ ആണെങ്കിലോ, വിളി കേട്ടാൽ അദ്ദേഹത്തോടല്ല മറുപടി പറയേണ്ടത്. എം.എ. വർഗീസിനോട് മറുപടി പറഞ്ഞിട്ട് അർത്ഥമില്ല. ഒന്നും മുട്ടുകുത്ത് എന്നിട്ട് പറയും, യഹോവേ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കാം. യഹോവേ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കാം. ഈ അടിയൻ കേൾക്കാം, അരുളി ചെയ്യണമെന്ന് പറയുന്നവനോട് സംസാരിക്കും, അല്ലാത്തവനോട് സംസാരിക്കും. ഫറവോനോട് സംസാരിച്ച് നാമം പ്രാർത്ഥിച്ചിട്ടല്ല, വോളണ്ടിയർലി മോശയെ അങ്ങോട്ടേച്ച് പറഞ്ഞു, ഫറവോനെ കേൾക്കടാ. ഫറവോൻ ചോദിച്ചു, ഞാൻ യഹോവയുടെ വാക്ക് കേൾക്കാൻ അയാൾ ഏതാ? അത് നിന്നെ പഠിപ്പിക്കാം. ചെങ്കടലിലെ ഉപ്പുവെള്ളത്തിൽ നീന്തുന്ന സമയം നിനക്ക് പിടികിട്ടും യഹോവ ആരാണ്. അതിനു മുമ്പേ നിനക്ക് പിടികിട്ടത്തില്ല. നീ പല പ്രാവശ്യം ചോദിക്കും, ആരാന്ന്? എന്നാ ദൈവമായി, ഏത് ദൈവമായി, എന്നാ പെന്തിക്കോസാ, എന്നാ ഉപദേശമായി, എന്നാ വർഗീസ, പോടാ എന്ന് പറയും. മോനെ, ഒരു ദിവസം ഉപ്പുവെള്ളത്തിൽ നീന്തുമിടാ, അന്ന് പിടികിട്ടും യഹോവ ആരാണെന്ന്. പക്ഷേ ഈ ശമൂവേൽ അതുപോലല്ല. അവനൊരു ആൻസർ പ്രപ്പേർഡാ. ഇവിടെ പ്രപ്പേർഡ് ആൻസറുമായി വന്നിരിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒന്നും വന്ന് കണ്ടുകളയാമെന്ന് പറഞ്ഞ് വന്നവരല്ല. ഉപവാസ പ്രാർത്ഥനയിൽ എന്തും നടക്കുന്നു എന്ന് നോക്കാനല്ല, സഭായോഗം എങ്ങനെയുണ്ടെന്ന് അറിയാനല്ല. യഹോവയൊന്ന് അരുളി ചെയ്താൽ മറുപടി പറയുവാൻ റെഡിയായി ഇവിടെ വന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മഹാപുരോഹിതന്റെ കടമ ഇവനെ പ്രിപ്പയർ ചെയ്യുകയാണ്. അടുത്ത വിളി കേട്ടു, ശമൂവേലേ, ശമൂവേലേ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ പറഞ്ഞ പദം ഓർമ്മയുണ്ട്. മുമ്പിലത്തേതുപോലെ യഹോവ. മുമ്പേ വിളിക്കുകയല്ലായിരുന്നു, മുമ്പിലത്തേതുപോലെ യഹോവ. പക്ഷെ അടുത്ത പദം വന്നു നിന്നു.
മുമ്പേ സ്വർഗത്തിൽ നിന്ന് വിളിക്കുകയായിരുന്നു, ആകാശത്തിൽ നിന്നാണ് ശബ്ദം കേട്ടത്. പക്ഷെ യവൻ്റെ പ്രാർത്ഥനയിൽ യഹോവേ അരുളി ചെയ്യണമേ ഒരു പ്രപ്പേർഡ് ഹാർട്ട്. ഇന്ന് പകൽ പ്രപ്പേർഡ് ഹൃദയമുള്ളവരുടെ അടുക്കൽ ഇറങ്ങി വരും. ഈ പ്രിപ്പറേഷൻ കണ്ട് ദൈവത്തിന് അങ്ങ് ഇഷ്ടപ്പെട്ടു. മോനെ, ഇതുവരെ നീ പതിവനുസരിച്ച് കിടക്കാൻ വന്നതാ. ഈ കിടന്ന സമയത്തെല്ലാം നീ പതിവ് പോലെ കിടക്കാൻ വന്നതാ. നിനക്ക് വേറെ വിശ്രമ സ്ഥലമില്ല, നീ വിശ്രമിക്കാൻ വന്നതാ. നിനക്ക് വേറൊരു പള്ളി പോകാനില്ല, അതുകൊണ്ട് നീ പോയതാ. നിനക്ക് വേറൊരു ആരാധനയില്ല, അതുകൊണ്ട് ആരാധനയ്ക്ക് വന്നതാ. പക്ഷെ ഈ കിടക്കുന്ന കിടപ്പുണ്ടല്ലോ, ആ പിഴച്ച മഹാപുരോഹിതൻ്റെ വാക്കിൻ്റെ മുമ്പിലെങ്കിലും ഒരു പ്രിപ്പറേഷനോടെ കിടക്കുന്ന ഈ കിടപ്പുണ്ടല്ലോ, യഹോവ ആകാശം വിട്ടു, യഹോവ വന്നു, യഹോവ നിന്നു, ശമൂവേലിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. അടുത്തൊരു വിളി, ശമൂവേലേ, ശമൂവേലേ. അവൻ ചാടി എഴുന്നേറ്റു, യഹോവയെ അരുളി ചെയ്യണമേ, പ്രാർത്ഥിച്ചു കിടക്കുക. ഇതാ പറഞ്ഞ്, കേട്ടോ ശമൂവേലേ, ഞാൻ ജനത്തിൻ്റെ ഇടയിൽ ചേഞ്ച് വരുത്താൻ പോകാം. ഇന്നത്തെ ഭാഷയിൽ പറയാം, ഞാൻ ഭാരതത്തിൽ ചേഞ്ച് വരുത്താൻ പോകാം. ഞാൻ ചിലതിനെ തൂക്കിയെടുക്കും, ചിലതിനെ ഞാൻ മാറ്റും. ഞാൻ ഭാരതത്തിൽ ചേഞ്ച് വരുത്താൻ പോകുകയാ. ഞാൻ ഭാരതത്തിൽ ചേഞ്ച് വരുത്താൻ പോകുകയാ. ഒത്തിരിയെ അറസ്റ്റ് ചെയ്തു, ഒത്തിരിയെ കൊന്നു, ഒത്തിരിയെ തള്ളി. ഞാൻ ഭാരതത്തിൽ ചേഞ്ച് വരുത്താൻ പോകുകയാ. ഞാൻ ഭാരതത്തിൽ ചേഞ്ച് വരുത്താൻ പോകുകയാ. ഒത്തിരി പേർ ദുരുപദേശം പറഞ്ഞു, ഒത്തിരി പേർ ഉദരപൂരണത്തിന് വേണ്ടി സുവിശേഷ വേല ചെയ്തു. നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഓഫ്നിയും ഫിനഹാസും ഉദരപൂരണത്തിന് വേണ്ടി, സുഖജീവിതത്തിന് വേണ്ടി, അവരുടെ ഇഷ്ടം പോലെ ജീവിക്കാൻ വേണ്ടി യാഗപീഠം ഉപയോഗിച്ചപ്പോൾ മോനെ, നീ കിടക്കുന്നത് അതിനല്ല, നീ ഒരു തീരുമാനത്തോടെയാ. ഇന്ന് പകൽക്കാലം ഞാനൊരു ചേഞ്ച് വരുത്താൻ പോകുകയാ. ഞാനൊരു ചേഞ്ച് വരുത്താൻ പോകുകയാ. യൂട്യൂബിൻ്റെ കാശുണ്ടാക്കാൻ വേണ്ടി അല്ല നീ പ്രസംഗിക്കുന്നത്. നിനക്ക് വേറൊരു ലക്ഷ്യമുണ്ട്, നിനക്കൊരു ലക്ഷ്യമുണ്ട്. ഞാൻ നിന്നെ ഉപയോഗിക്കും. ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യാനുള്ളത് ആദ്യം പറയാം. വെളിപ്പാടുമായി തുടങ്ങാമടാ. ഈ ലേവി ഗ്രഹത്തിന് സംഭവിക്കുന്നത് കേൾക്കുന്നവൻ്റെ ചെവി രണ്ടും മുഴങ്ങും. കേൾക്കുന്നവൻ അവിടോട്ടും പോകുന്നില്ല. ഞാനിവിടെ ചേഞ്ച് വരുത്താൻ പോവാ. ശീലോലുള്ള യഹോവയുടെ ആലയം പ്രസിദ്ധമായി മാറാൻ പോവാ. ഞാൻ നിങ്ങളെ ഉപയോഗിക്കാൻ പോകുക. ഇന്ന് പകൽ ഉപയോഗിക്കപ്പെടേണ്ട ദൈവമക്കൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, ഞാൻ കർത്താവിനെ വാഴ്ത്തുകയാണ്. ഞാൻ ഇവിടുന്ന് അങ്ങ് മാറിക്കോട്ടെ, ഞാൻ ഇവിടുന്ന് മാറിക്കോട്ടെ. ഇൻഡിപെൻഡൻ്റായ ചില ദൈവദാസന്മാർ, മനയാസ്തൊന്ന് കാണിച്ചേക്കാം സ്ലൈഡ്. ഇൻഡിപെൻഡൻ്റായി ഉപയോഗിക്കേണ്ട ചില ദൈവദാസന്മാർ, ചില ദൈവദാസിമാർ തീ പിടിച്ച് പുറത്തു വരട്ടെ. യു ആർ എ ബേണിംഗ് അപ്പോസ്തോൽ. ഇന്ന് പകൽ ഒരു ജ്വലിക്കുന്ന അപ്പോസ്തോലനായി പുറത്തു വരുവാൻ സ്വർഗത്തിലെ ദൈവം നോക്കിക്കൊണ്ടിരിക്കുക. സാധാരണക്കാരെ കൊണ്ട് തീ കത്തിക്കാനൊക്കത്തില്ല. പത്രോസേ, അങ്ങയെ കൊണ്ട് മതിയാകാതെ വന്നാൽ ഞാൻ പൗലോസിനെ തിരഞ്ഞെടുക്കും. അവൻ്റെ മേലൊരു തീ പകർന്നാൽ അവൻ കെടാതെ കൊണ്ട് നടക്കും. നീ തേണ്ട പത്രോസേ, നീ പോകുന്ന ഇടത്ത് തേണ്ട സഭാപിതാക്കന്മാർ പറയുന്നത് കേട്ടാൽ നീ അനുസരിച്ച് മനം മടുക്കും. അവർ പറയുന്നത് കേട്ടാൽ നീ അവരുടെ ഉപദേശത്തിന് കീഴടങ്ങും. പക്ഷേ അവർ പറയുന്നത് കേൾക്കാത്ത ഗമാലിയേൽ എൻ്റെ പാദപീഠത്തിൽ നിന്ന് പഠിച്ചതെങ്കിലും അത് മുഴുവനും തുടച്ചു മാറ്റിയേച്ച് എൻ്റെ നാമത്തിന് വേണ്ടി നിൽക്കാൻ കൊള്ളാവുന്ന ജ്വലിക്കുന്ന ഒരു അപ്പോസ്തലനായി ഞാൻ പൗലോസിനെ ഇറക്കിയതുപോലെ ബേഥേലിനകത്ത് ഇന്ന് വന്നിരിക്കുന്ന ചിലരെ സ്വർഗത്തിലെ ദൈവത്തിന് ഇറക്കാനുണ്ട്. ഒരു തീയുമായി നടക്കുവാൻ, ഒരു ജ്വാലയുമായി നടക്കുവാൻ, സമൂഹങ്ങൾക്ക് തീ കത്തിക്കുവാൻ, ഒരു ജ്വാലയുമായി നടക്കുവാൻ കർത്താവ് ചിലരെ എടുക്കട്ടെ. തണ്ട് ഞാൻ റെയ്നാഡ് ബോങ്കയുടെ ഒരു കൊച്ചു സന്ദേശം നിങ്ങളുടെ മുമ്പിൽ ഒന്ന് വെക്കാൻ പോകാം. റെയ്നാഡ് ബോങ്കയുടെ ഒരു കൊച്ചു സന്ദേശം, ഇതൊന്ന് പ്ലേ ചെയ്തേക്കേ. Christians who say we must pray so that our country will get saved. Start from the beginning. I believe in prayer. Start. Go to the start. Go to the start. Pray so that our country will get saved. I believe in prayer because nothing works without prayer. But I tell you this much. If all Christians in America would pray 365 days per year and 24 hours per day, America would still go to hell until somebody in the prayer meeting wakes up, goes outside on the street to tell a lost soul that Jesus saves. That's why Jesus said, go into all the world and pray. No, go into all the world and preach the gospel. Look how God has created us with 2 legs
If I only pray, I walk on only one leg. If I only preach, I walk on only the other leg. Now come on. Let's do it this way. Pray, preach, pray, preach, pray, preach. Pray, preach, pray, preach, pray, preach. We must preach the gospel. Amen. അദ്ദേഹം അമേരിക്കൻ ജനതയ്ക്ക് കൊടുത്ത ഒരു സന്ദേശമാണ്. നിങ്ങളെല്ലാവരും കൂടെ വട്ടമിരുന്ന് പ്രാർത്ഥിക്കുക മാത്രം ചെയ്താൽ അതുകൊണ്ടൊന്നും നടക്കത്തില്ല. യേശു പറഞ്ഞത് എല്ലാവരും കൂടെ വട്ടമിരുന്ന് പ്രാർത്ഥിക്കാനല്ല, ശക്തി ലഭിച്ചാൽ പ്രാർത്ഥിച്ചിട്ട് അതാ വരുന്ന 2 ആഴ്ച കൂടെ. ശക്തി ലഭിച്ചാൽ അതാ പ്രാർത്ഥന. എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരുന്നാൽ ശക്തി ലഭിച്ചാൽ തീർന്നില്ല, ഇറങ്ങ് സുവിശേഷവുമായി. അദ്ദേഹം അമേരിക്കൻ ജനതയോട് പറയുകയാണ്, ഞാൻ പ്രാർത്ഥനയിൽ വിശ്വസിക്കുന്നു. മരിച്ചുപോയ കഴിഞ്ഞകാല ഭക്തന്മാരിൽ ദൈവം എരിയുന്ന തീയായി ഉപയോഗിച്ച കർത്തൃദാസനെ, ആഫ്രിക്കയുടെ ഇരുണ്ട ഭൂഖണ്ഡത്തിന് തീ വെച്ച ആ കർത്തൃദാസനെ, ഭാരതത്തിൽ തീയുമായി എത്തിയ ദൈവദാസന്മാരിൽ പ്രമാണിയായിരുന്ന ഒരുവനെ, പാലസ് ഗ്രൗണ്ടിൽ വന്ന് ദൈവവചനം വിളിച്ചു പറഞ്ഞ ഈ ദൈവ പൈതലിനെ ഒന്നുകൂടെ ഓർപ്പിച്ചുകൊണ്ട് അദ്ദേഹം അമേരിക്കൻ ജനതയോട് പറയുകയാണ്, നിങ്ങൾ മുഴുവനും 24 മണിക്കൂറും ഒരുപോലെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും അമേരിക്കക്കാർ മൊത്തം നരകത്തിൽ പോകും. ദൈവം പറഞ്ഞത് പ്രാർത്ഥിക്കാൻ മാത്രമല്ല, പ്രവർത്തിക്കാൻ കൂടെയാ. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഉണ്ട്. അതെ, നാം പ്രാർത്ഥിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, ഒരുവൻ പ്രാർത്ഥിക്കുക മാത്രമാണെങ്കിൽ ആ കാണിച്ച അതേ മാതൃക ഒറ്റക്കാലിൽ നിന്ന് പറക്കാൻ, ഒരു ചിറവ് കൊണ്ട് പറക്കാൻ ശ്രമിക്കുക, നിന്നെ കൊണ്ട് പറക്കാൻ നടക്കത്തില്ല. ഞാൻ പ്രാർത്ഥിക്കാതെ ശക്തി ലഭിക്കാതെ ഇറങ്ങി പ്രസംഗിച്ചാൽ ഞാൻ മറ്റേ കാലിൽ നിന്ന് മറ്റേ ചിറവ് കൊണ്ട് പറക്കുക, നീ എങ്ങും പോകത്തില്ല. ശക്തി ലഭിച്ച് സുവിശേഷവുമായി ഇറങ്ങിയാൽ നിങ്ങൾ 2 ചിറകിൽ പറക്കുക, നിങ്ങൾ ചിലയിടത്ത് എത്തും. എല്ലോ ഒന്ന് ചെയ്യണമെങ്കിൽ കർത്താവേ, ഐ കം ടു ദ കമ്മിറ്റ്മെൻറ്റ്സ്. ഞാൻ ദൈവിക കമ്മിറ്റ്മെൻറ്റിലേക്ക് ഇറങ്ങുകയാ. മോനെ ശമൂവേലേ, നിന്നെ ആലയത്തിനകത്ത് ഇരുത്തിയത് വെളിയിലെ സാന്നിധ്യത്തിൽ നിന്നെ പറിച്ചെടുത്ത്, ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങിയത് ഓർക്കുന്നുണ്ടാവും, എന്നെയും നിങ്ങളെയും ദൈവത്തിന് ഉപയോഗിപ്പാൻ വേണ്ടി സമൂഹത്തിൽ നിന്ന് കട്ട് ചെയ്ത് വേർതിരിക്കും. മോശ വേർതിരിയപ്പെട്ടത്, ശമൂവേൽ വേർതിരിയപ്പെട്ടത്, ഭക്തന്മാർ വേർതിരിയപ്പെട്ടത് അവരുടെ കുറ്റം കൊണ്ടല്ല. ഏലിയാവിനെ അടച്ച് കെരീത് തോട്ടിൻ്റെ അരികിൽ കൊണ്ടിരുത്തിയത് പാപം ചെയ്തതുകൊണ്ടല്ല. സ്വർഗത്തിൽ നിന്ന് പകരുവാൻ, മറ്റുള്ളവരിൽ നിന്ന് വേർപെടുത്തുവാൻ, തനിയെ കൊണ്ട് ഇരുത്തുവാൻ ദൈവത്തിന് ആവശ്യമായതിനാലാണ്. മോശെ ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ 40 രാപകലുകൾ അങ്ങേ ഒറ്റക്കിരുത്തിയത് അങ്ങയുടെ പാപം കൊണ്ടല്ല. ഈ സാഹചര്യത്തിന് ഉപയോഗിക്കാൻ കൊള്ളുകയില്ലെങ്കിലും മറന്നു പോകാതിരിക്കാൻ വേണ്ടി പറയാം. പഠിച്ച കൊച്ചു ക്ലാസ്സിലെ പുസ്തകങ്ങളിൽ ഒന്നിലൊരു പാട്ടുണ്ട്. ഒരു കൊച്ചു കുഞ്ഞ് നക്ഷത്രത്തെ നോക്കിക്കൊണ്ട് പാടുന്ന പാട്ടാ. കൊച്ചു നക്ഷത്രമേ, നിന്നെ ആരാ മച്ചിലിരുത്തിയത്, അമ്മയാണോ? നിന്നെ പൊക്കിയെടുത്ത് തട്ടിൻ്റെ പുറത്തു കൊണ്ട് ഇരുത്തിയതേ നിൻ്റെ അമ്മയാണോ? നീ വല്ലതും തട്ടി മറിച്ചതിൻ്റെ ശിക്ഷയാണോ? നീ വല്ലാതെ വാശി പിടിച്ചതിൻ്റെ ശിക്ഷയാണോ? നിന്നെ ആരാ മച്ചിക്കൊണ്ടിരുത്തിയത്? താഴോട്ട് ഇറങ്ങി വരാൻ വയ്യാതെ നിന്നെ മണ്ടയിലിരുത്തിയത് ആരാന്നൊരു കുഞ്ഞ് പ്രാർത്ഥിക്കുക. ഞാനൊന്ന് ചോദിക്കട്ടെ, മോശെ അങ്ങയെ പർവ്വതത്തിൻ്റെ മുകളിൽ ഒറ്റയ്ക്കാക്കിയത് വല്ലതും തട്ടിമറിച്ചിട്ടാണോ, അതോ വല്ലാതെ വാശി പിടിച്ചിട്ടാണോ? ഒന്നുമല്ല. ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. വരാൻ പോകുന്നതായ ദൈവവചനത്തിൻ്റെ അധികാരം എൻ്റെ കയ്യിലോട്ട് ഏറ്റെടുക്കുവാൻ, ആ കൽപ്പലകകൾ എൻ്റെ കയ്യിലോട്ട് തരുമ്പോൾ, ആ നീല കളർ ഭാഗിയതായ, ആ നീല കളർ നിൽക്കുന്നതായ ഈ മണ്ഡലത്തിലോട്ട്, സ്തോത്രം, ഇന്നലെ രാത്രിയിൽ നീല കളർ കാണിക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടു. ഈ ദിവസങ്ങളിൽ ഞാനതിൻ്റെ കോപ്പി എടുക്കും. എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ഒത്തില്ല, ഞാൻ പിള്ളേരുടെ ആരെങ്കിലും ഹെൽപ്പ് എടുക്കും. ഇവിടെ കൊണ്ട് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കും. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ വെളിപ്പെടുന്ന നീല കളർ, നീല നിറം. ഇവിടെ ലഭിച്ചിരിക്കുന്ന നീല കാർപ്പറ്റിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തന്നവനെ ദൈവം അനുഗ്രഹിക്കട്ടെ. പേര് പറയരുതെന്ന് എന്നോട് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ പേര് പറയത്തില്ല. പക്ഷെ ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ. അവരുടെ ബിസിനസ്സിനെ ദൈവം ഉയർത്തട്ടെ. നീല ദൈവത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്.
ഞാൻ ഒരു പദം ഒന്ന് എടുത്തു പറഞ്ഞിട്ട് ഇതിനിടയ്ക്ക്, നീല എന്നുള്ളത് നേവി ബ്ലൂ എന്നല്ല പറയുന്നത്. ദൈവവചനത്തിൽ ദൈവത്തിൻ്റെ ചിഹ്നമായി കാണുന്നത് നേവി ബ്ലൂ അല്ല, സ്കൈ ബ്ലൂ, ഏറെക്കുറെ ഈ നിറമാണ്. നീലയും കറുപ്പും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്യണ്ട കേട്ടോ. എങ്ങനെയും ദൈവകൃപ വരട്ടെന്നും കണ്ടാണ് കറുത്തത് ഇട്ടുകൊണ്ട് നടക്കല്ലേ എന്ന് പറയുന്നത്. അപ്പം ഞാൻ സ്കൈ ബ്ലൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മോനെ അതല്ലട ബൈബിളിൻ്റെ നിറം ഇതാ. ഞാനങ്ങ് മാറുക. മോശേ, അങ്ങ് ശിക്ഷിച്ചതല്ല പർവ്വതത്തിൻ്റെ മുകളിൽ കൊണ്ടിരുത്തിയത്, ഒരു മൃഗമോ മനുഷ്യനോ തൊടാതെ, യാതൊരു ഹ്യൂമൻ ആനിമൽ വേൾഡുമായി ബന്ധമില്ലാതെ ഒറ്റയ്ക്ക് മാറ്റിയിരുത്തിയത് ഞാൻ തരുന്ന വചനത്തിൻ്റെ അഭിഷേകം ഏറ്റെടുക്കുവാൻ നിനക്കൊരു ശക്തി ഉണ്ടാകാനാ. ഇല്ല, നിൻ്റെ മൺശരീരം വെന്തുപോകടാ, നിൻ്റെ മാംസം വെന്തുപോകും, നിൻ്റെ അസ്ഥികൾ ഒടിഞ്ഞു ചുരുങ്ങിപ്പോകും. ഇന്ന് പകൽ ദൈവ പൈതലേ, ഒരു അഭിഷേകം കൈമാറുവാൻ ചിലതിനെ മാറ്റിയിരുത്തുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. ശമൂവേലേ, അങ്ങേ മാറ്റിയിരുത്തിയത് ഈ ഒരു അഭിഷേകം കൈമാറാനല്ലേ, ഈ ഒരു അഭിഷേകം കൈമാറാനല്ലേ. ഒരഭിഷേകത്തിൻ്റെ കൈമാറ്റത്തിന് വേണ്ടി എന്നെയും നിങ്ങളെയും മാറ്റിയിരുത്തിയ ദൈവകൃപയ്ക്കായി സ്തോത്രം. ദൈവം ഒരു ജയം തരേണ്ടതിന് വേണ്ടി, അതെ, ദൈവം ഒരു ജയം തരേണ്ടതിന് വേണ്ടി എന്നെയും നിങ്ങളെയും ആക്കിയിരിക്കുകയാണ് എന്ന് മറക്കണ്ട, അത് മറക്കണ്ട. ജയം ദൈവത്തിനായിരുന്നു. ചില ശത്രുക്കൾ കീഴ്പ്പെടേണ്ടതിനാൽ, ചില ശത്രു ചവിട്ടി മെതിക്കപ്പെടേണ്ടതിനായി, ചില ശത്രു എന്നേക്കുമായി മാറി നിൽക്കേണ്ടതിനായി ഭാരതസഭയ്ക്ക് ദൈവം തന്ന ഏകാന്തതയ്ക്കായി സ്തോത്രം. ഇന്ന് പരസ്യമായ കൺവെൻഷൻ അസാധ്യമാണ്. ഇന്ന് പരസ്യമായ രോഗശാന്തി അസാധ്യമാണ്. നിയമത്താൽ അതിനെ ശാസിച്ചു കഴിഞ്ഞു. ഒരുപാട് നീറുന്ന ചിന്തകൾ എല്ലാവരുടെയും ഹൃദയങ്ങളിലുണ്ട്. ഈ ഏകാന്തത ദൈവത്തിനെന്തോ പകരാനാ. ഒത്തിരി കാര്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. ഒരുപാട് തകർക്കുന്ന ഇൻഫർമേഷൻസ് ഉണ്ട്. ഈ ഏകാന്തത ദൈവത്തിനെ ഏതാണ്ട് ചെയ്യാനാ. മോശേ, ഒരു മൃഗം പോലും പർവ്വതം തൊടാതെ, ഒരു മനുഷ്യൻ പർവ്വതം തൊടാതെ നിന്നെ നിർമ്മിച്ചവൻ കൂടുണ്ട്. നിങ്ങൾ രണ്ടുപേരും മാത്രമുള്ള സംസർഗമാകയാൽ അങ്ങയുടെ ജീവിതത്തിലേക്ക് പകരുന്നത് മാനുഷിക ചിന്തകളല്ല. അതുകൊണ്ടാണ് നാളെ മോശയ്ക്ക് എഴുന്നേറ്റ് പറയാനുള്ളത്, ഞാൻ കൽപ്പിക്കുന്നത് വരെ ഇവിടെ ഒന്നും നടക്കത്തില്ല. ഏലിയാവേ, അങ്ങയെ കെരീതിൻ്റെ തീരത്ത് കൊണ്ട് ഒറ്റയ്ക്കിരുത്തിയത് ശിക്ഷിച്ചതല്ല, ഒന്നും തട്ടിമറിച്ചിട്ടല്ല, വാശി പിടിച്ചിട്ടല്ല. പിന്നെ എന്തിനാ കെരീതിൻ്റെ തീരത്തുകൊണ്ട് ഒറ്റയ്ക്കിരുത്തിയത്? നാളെ കണ്ട ആഹാബിൻ്റെ മുഖത്ത് വിരൽ ചൂണ്ടിക്കൊണ്ട് ഞാൻ പറഞ്ഞല്ലാതെ മഞ്ഞുമില്ല മഴയുമില്ലെന്ന് പറയുവാൻ, ചില അധികാരങ്ങൾ ഏറ്റെടുക്കുവാൻ ബഥേൽ നമ്മി ചിലർ ഏലിയാവിനെ പോലെ അധികാരം ഏറ്റെടുക്കട്ടെ. നമ്മി ചിലർ മോശയെപ്പോലെ ദൈവകൽപ്പനകൾ ചോദിച്ചു വാങ്ങട്ടെ. മോശയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നുവെന്ന് എൻ്റെ യേശു വരെ പറയത്തക്കവണ്ണം ആധികാരികമായ വരികൾ കുറിച്ചു വെക്കണം. എങ്കിൽ മോശേ, അങ്ങ് മാറിയിരുന്നേ മതിയാകെയുള്ളൂ. അന്നൊരു മൃഗമെങ്കിലും പർവ്വതം തൊട്ടിരുന്നെങ്കിൽ, ഒരു മനുഷ്യൻ പർവ്വതം തൊട്ടിരുന്നെങ്കിൽ, എൻ്റെ യേശുവിന്, ദൈവപുത്രനാകുന്ന യേശുവിന് സാത്താനോട് പറയുമ്പോൾ മോശ എഴുതിയടാ പിശാചേ എന്ന് പറയാൻ സാധിക്കത്തില്ലായിരുന്നു. ഇതിനൊക്കെ ആധികാരികമായ ദൈവിക വാക്കുകൾ ഉച്ചരിക്കുന്ന, തെറ്റാത്ത പ്രവചന പദങ്ങൾ ഉച്ചരിക്കുന്ന, അതിരുകൾ വരയ്ക്കുന്ന, അതിരുകൾ വേർപെടുത്തുന്ന, അളവ് നൂൽ പിടിക്കുന്ന ചില ശക്തന്മാരെ ദൈവം നമ്മെ എഴുന്നേൽപ്പിക്കട്ടെ. എൻ്റെ സമയം കഴിഞ്ഞു, അതുകൊണ്ട് ഞാൻ ഇവിടോട്ട് നിർത്തുക. ഒരു പവർഫുൾ അനോയിൻറ്റിങ്, എ പവർഫുൾ അനോയിൻറ്റിങ്. ഈ ദിവസങ്ങളിൽ അതിൻ്റെ സമയമാണ്. അത് ഏറ്റെടുക്കുവാൻ നമുക്ക് ദൈവസന്നിധിയിൽ ഇരിക്കാം. ഈ ആഴ്ച സമയം തക്കത്തിൽ ഉപയോഗിപ്പാൻ ഞാൻ കർത്താവിൽ അപേക്ഷിക്കട്ടെ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരു വാക്കി പ്രാർത്ഥിക്കാൻ. കർത്താവേ, അടിയന് തന്ന സമയത്തിനായി നന്ദി. അങ്ങയുടെ ജനത്തോട് സംസാരിക്കുവാൻ, ചില പഴയ നിയമ ഉപമകൾ എടുത്തു വയ്ക്കുവാൻ, ചില പുതിയ നിയമ ഉപമകൾ എടുത്തു വയ്ക്കുവാൻ, ഇന്നത്തെ ജനത്തോട് സംസാരിക്കുവാൻ, ഈ നൂറ്റാണ്ടും കഴിഞ്ഞ നൂറ്റാണ്ടും തൊട്ടുപോകുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന കൃപയ്ക്കായി സ്തോത്രം. അങ്ങയുടെ ദാസൻ എന്ന പദവിയിൽ ഞാൻ ഈ സഭയെ അനുഗ്രഹിക്കുന്നു. കൃപ കൂടിയിരിക്കണം. അത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. നമ്മുടെ ഉപവാസ പ്രാർത്ഥനയാണ്. പക്ഷേ ഇന്ന് ഉച്ചയ്ക്ക് മീറ്റിംഗ് ഇല്ല.
ഇന്ന് രാത്രിയിൽ മീറ്റിംഗ് ഉണ്ട്, 7 മണിക്ക് ആരംഭിക്കും. ഇന്ന് രാത്രിയിൽ ഇന്നലെ പ്രാർത്ഥിക്കാൻ കഴിയാഞ്ഞവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. കർത്താവിന് സ്തോത്രം.